1-2 തവണ സൂക്ഷിച്ചിട്ടുള്ളതും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളെ വീണ്ടും എന്നെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തിയതുമായ ഒരു ദൈവശബ്ദത്തിനകത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആത്മാവിൽ ഉത്ബോധ്യമാകുന്ന രീതിയിൽ നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാണ്. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തയേശുവിന്റെ ദാസനായി എപ്പബ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലുവദിക്കക്കാർക്കും ഹിയരപ്പൊയിലക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. മതി. നാം ഈ ദിവസങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിച്ച വിഷയം പോൾസ് പ്രേയർ എന്ന് പറയുന്ന പൗലോസിൻ്റെ പ്രാർത്ഥനകളുടെ ഒരു ലിസ്റ്റാണ്. അതിനകത്ത് പൗലോസിൻ്റെ പ്രാർത്ഥനയല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, എന്നാൽ പൗലോസ് താൻ പ്രാർത്ഥിക്കുന്നതുമായ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നത് എപ്പബ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ബൈബിളിനകത്ത് ഇതേ പേരിൽ സാമ്യമുള്ള 2 പേരുണ്ട്. ആരൊക്കെയാണ്? എപ്പബ്രാദിയോസും എപ്പബ്രാസും എന്ന് പറഞ്ഞേ. എപ്പബ്രാദിയോസും എപ്പബ്രാസും ഈ 2 പേരും തമ്മിൽ തെറ്റിപ്പോകരുത്. ഒരാൾ ഫിലിപ്പിയ സഭയിലെ ഒരു സഹശുശ്രൂഷകനാണ്, ഒരാൾ കൊലോസ് സഭയിലെ പാസ്റ്ററാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നോടൊപ്പം ഉണ്ടോ? നിങ്ങളെല്ലാം ഒന്ന് കയറി വന്നാട്ടെ. ഒരാൾ കൊലോസിയ എന്ന് പറയുന്ന പട്ടണത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ച സഭയിലെ ഒരു ശക്തനായ ശുശ്രൂഷകനായിരുന്നു എപ്പബ്രാസ്. അതുപോലെ തന്നെ ഫിലിപ്പിയ എന്ന് പറയുന്ന സഭയിലെ ഒരു സഹശുശ്രൂഷകനും പാസ്റ്ററും ഒക്കെയാണ് എപ്പബ്രാദിയോസ്. ഈ 2 പേര് തമ്മിൽ തെറ്റിപ്പോകരുത്. പല ഭാഷമാരും തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വായിക്കുമ്പോഴും തെറ്റിക്കും. അവർ ഒരാളാണെന്ന് വിചാരിച്ചു പോകും. ഇവർ 2 പേരും പൗലോസിൻ്റെ സഹശുശ്രൂഷകന്മാരാണ്. ഞാൻ വായിച്ച വാക്യം തന്നെ അങ്ങനെ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് എനിക്ക് കൂട്ടാളികളായി ദൈവപ്രേരണയാൽ അറേബ്യയിലെ മരുഭൂമിയിലേക്ക് പോകുവാനിടയായി തീർന്നു. ലൈഫിനകത്ത് ഏറ്റവും വലിയ ഉയർച്ചകൾ ഉണ്ടായ ഒരു സ്ഥലമാണ് അറേബ്യൻ മരുഭൂമി എന്ന് പറയുന്നത്. ആമേൻ. തനിക്ക് വെളിപ്പെട്ട വെളിപ്പാടുകൾ ഒരാളോട് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ദൈവം ആ അന്തരീക്ഷങ്ങൾ തുറന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇതാരോടും പറയുക പോലും ചെയ്യരുത്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാനും ചില കാര്യങ്ങൾ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നത് പോലും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാർക്ക് പലർക്കും വെളിപ്പെടാത്ത സകല കാര്യങ്ങളും വെളിപ്പെട്ടവനായി പിന്നീട് അറേബ്യയിൽ നിന്ന് ദമസ്കോസ് ഈ അന്ത്യോക്യയിലേക്കുള്ള മടങ്ങിവരവും സുവിശേഷീകരണത്തിനുള്ള നിയോഗങ്ങളും ഓരോ മിഷണറി യാത്രകളിലേക്ക് താൻ വഴിമാറി വരികയും ചെയ്യുമ്പോൾ തനിക്ക് കൂട്ടാളികളായിട്ട് സഹശുശ്രൂഷകന്മാരെ ലഭിക്കുവാനിടയായി തീർന്നു. കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. സഹശുശ്രൂഷകന്മാർ സഭയ്ക്കകത്തുണ്ടാകട്ടെ. ഒന്ന് നല്ല ഹല്ലേലൂയ അവരുടെ ശുശ്രൂഷകന്മാരുടെ ഒരു കൂട്ടം ഉണ്ടാകുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അത് സഭയ്ക്കകത്തുനിന്ന് തന്നെ എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ആമേൻ. ഈ കാലഘട്ടം ഞാൻ നിങ്ങളോട് പ്രവചിച്ചിട്ടുണ്ട്. ആൺ പെൺ വ്യത്യാസമന്യേ ദൈവം ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് തുറന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൗലോസ് പറയുന്നൊരു കാര്യം, എപ്പബ്രാസ് തന്നെ പറയുന്നൊരു കാര്യമാണ്,
ഞാൻ നിങ്ങളിൽ ഒരുത്തനായിരുന്നു, ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ വിശ്വാസത്തോടെ പൗലോസിൻ്റെ സഹശുശ്രൂഷകന്മാരുടെ ഗണം എണ്ണത്തിൽ പെരുകിയത് കൊണ്ട്, അത് ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് താൻ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം തനിക്ക് ദൈവം കൂട്ടാളികളെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, അത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരുപോലെ തുറന്നു വന്നെങ്കിൽ, ഞാൻ സഭയെ നോക്കി ഈ പ്രാരംഭ ശബ്ദം ഇങ്ങനെ പ്രവചിക്കുന്നു: അടുത്തൊരു വർഷം ദൈവം സഹശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. അതിനുള്ള കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഭായ വ്യത്യാസം കൂടാതെ വണ്ണം, ഹല്ലേലൂയ, ലിംഗഭേദം കൂടാതെ വണ്ണം നിങ്ങളുടെ മേൽ ആവസിക്കുമാറാകട്ടെ. അതിനുള്ള വെളിപ്പാടുകൾ വെളിപ്പെടട്ടെ, അതിനുള്ള ദൈവജ്ഞാനം വെളിപ്പെടട്ടെ, അതിനുള്ള ദൈവീയ പക്വത വെളിപ്പെടട്ടെ, അതിനുള്ള മിഷനുകൾ വെളിപ്പെടട്ടെ, അതിനുള്ള അസൈൻമെന്റുകൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. കേവലം ചർച്ചിനകത്ത് പ്രബോധിപ്പിക്കുവാൻ മാത്രമല്ല, പുറത്ത് ദൈവരാജ്യത്തിൻ്റെ കൂട്ടാളികളാകാൻ, ക്രിസ്തു രാജ്യത്തിലേക്ക് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ചിലരോട് യേശുവിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാർ. അതൂത് പിടിക്കുക, നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരാ. യു ആർ അപ്പോയിന്റഡ് ആസ്, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടവരാണ്. ആമേൻ. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ആളെ ചേർക്കുവാൻ ദൈവത്താൽ നിയോഗിതരായ വ്യക്തികളാണ്? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തി, ജോലി ഏത് ഭാഗത്തായിരുന്നാലും അത് ഇതിനോടുള്ള വിഷയമില്ല. മേ ബി നിങ്ങളൊരു എൻജിനീയർ ആകാം, നോ പ്രോബ്ലം. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ചെയ്യുമ്പോഴും നീ ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഹല്ലേലൂയ. മേ ബി നിങ്ങൾ കളക്ടർ ആകാം. ഇപ്പോൾ കളക്ടർമാർ നമ്മുടെ സഭയ്ക്കകത്തില്ല, അതൊരു പ്രവചനമായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക. കളക്ടർമാർ നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ പറയണം. ആമേൻ പറ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ എന്ന് പറ. ഹല്ലേലൂയ. കളക്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. എന്താണ് കാരണം? ഹല്ലേലൂയ, അവരും ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലാണ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ അങ്ങനല്ല. ഹല്ലേലൂയ. ഡോക്ടർമാരെ ദൈവം ഉപയോഗിച്ചു, മന്ത്രിമാരെ ദൈവം ഉപയോഗിച്ചു, മന്ത്രിപദം ഉപയോഗിച്ച രാജാക്കന്മാരെ ദൈവം ഉപയോഗിച്ചു. ഈ കാലഘട്ടത്തിൽ അഭിഷേകം വീഴുന്നത് ഹല്ലേലൂയ വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമെന്ന് ചിന്തിക്കുന്നവരുടെ നടുവിലല്ല, നീ വേർതിരിക്കപ്പെട്ടവനായി. ജോലി ഏതുമാകട്ടെ, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി തീരുകയാണ്. നിന്റെ തൂലികകൾ, നിന്റെ ശബ്ദങ്ങൾ, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ ആശയങ്ങൾ, കമ്മ്യൂണിക്കേഷൻസുകൾ, നീ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം സുവിശേഷത്തിൻ്റെ ശബ്ദത്തെ ദൈവശക്തിയോടെ പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ ശബ്ദത്തിനകത്ത് ആത്മാവിൻ്റെ ഇടപെടൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അവൻ്റെ അകത്ത് ക്രിസ്തുവിനെ കൊടുക്കണം. ഹല്ലേലൂയ. പലരും ഇങ്ങനെ തെറ്റിപ്പോകുന്നതിൻ്റെ വലിയ കാര്യം ആവശ്യമില്ലാത്ത എല്ലാം ആദ്യം കൊണ്ട് പറയുന്നത് കൊണ്ടാണ്. ഇന്ന് രാവിലെ നമ്മൾ പറയുക യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നന്നായി കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഈ യൂറോപ്പിലുള്ള ഒരു എൻ്റെ ഒരു ശിഷ്യനാണ് പുള്ളിക്കാരൻ. അവൻ കുറച്ച് നാളിങ്ങനെ തെറ്റി നടന്നേച്ച് യൂറോപ്പിൽ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് കാശുണ്ടാക്കി പുള്ളി പോയി. അവിടെ പോയി പെട്ടുപോയിട്ട് ഇവിടെ ഉഴപ്പ് ചെയ്തൊക്കെയാണ്. അവിടെ ചെന്നപ്പോൾ കർത്താവിനെ ഈ യോന ഈ കടലാനയുടെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചതുപോലെ നന്നായിട്ട് വിളിച്ചിട്ട് അമ്മേനോ റൊട്ടി മതി ഒരു ദിവസം എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിലേക്കാണ് തരം താണു പോയി. അമ്മേ, എന്നിട്ട് അവിടെ കിടന്ന് അയ്യം വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് വഴികളൊക്കെ തുറന്നു കേട്ടോ. ഭയങ്കര ഫെയ്ത്തായി. ഇപ്പം പുള്ളി അവിടെ നിന്ന് എന്നെ ഉറപ്പിക്കുന്നത്. അമ്മേൻ, അതുപോലത്തെ ഫെയ്റ്റാണ്. അമ്മേൻ, കർത്താവിനെ വിളിച്ച് താഴെ ഇറക്കി വെച്ച് പുള്ളി കാര്യങ്ങളെ നേടാൻ തുടങ്ങി. ഇപ്പം വന്ന് അദ്ദേഹം ഒരു പാസ്റ്ററായി. ഒരു ചെറിയ ആഫ്രിക്കൻ ചർച്ചിനകത്ത് ഒരു മലയാളി സെക്ഷൻ ഇടുന്ന ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രയാസമുണ്ടായി. ഞാൻ പറഞ്ഞു, ആദ്യ വിശ്വാസികൾ വരികയും അവർ ഒരു ആഴ്ചക്കകത്ത് തന്നെ പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ സഭയ്ക്കകത്ത് തന്നെ ഉണ്ടാകുമ്പോൾ
ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്തൊരു വലിയ വളർച്ചയുണ്ട്. ഹല്ലേലൂയ. അതൊരു 2 ആഴ്ചകൾക്ക് പിറകെ സംഭവിച്ചതാണ്. ഇന്ന് 7-8 പേര് പുതുതായി അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഹല്ലേലൂയ, ഒരു ഉപദേശത്തിൻ്റെ വല്ല കാറ്റിനാലും അലഞ്ഞു പോകുന്നവരായി തീരാതെ അവൻ ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് കൊടുക്കുന്ന ഒരു സന്തോഷവും സ്നേഹവും ആർക്കും അവരുടെ ഉള്ളിലേക്ക് കൊടുത്താൽ അവർ ഇങ്ങോട്ട് വന്നോളൂ. ഹല്ലേലൂയ. ഇന്ന് പകല് അങ്ങനെ നമുക്ക് കഴിയുമാറാകട്ടെ. അങ്ങനെ ഒരു കൂട്ടുവേലക്കാരായി, ക്രിസ്തു രാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായി ദൈവം നിങ്ങളെയും കണ്ടിരിക്കുന്നു എന്നൊരു ആലോചന ഇതിനകത്ത് കിടപ്പുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ബാക്ക്ഗ്രൗണ്ടുകളെയൊക്കെ ഞാൻ വിടുകയാണ്. നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പൗലോസിന്റെ കൂട്ടുവേലക്കാരായ സഹശുശ്രൂഷകന്മാർ വന്ദനം ചെയ്യുന്ന കൂടെ എബബ്രാസ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ എബബ്രാസ് വന്ദനം ചെയ്തിട്ട് പോകുമ്പോൾ എബബ്രാസിന്റെ ഉള്ളിലൂടെ വെളിപ്പെട്ട് വന്നൊരു പ്രാർത്ഥനാ വിഷയത്തെ, എൻ്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥനാ വിഷയത്തെ പൗലോസ് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് 12-ാം വാക്യം മുതൽ വായിച്ചത്. നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുയേശുവിന്റെ ദാസനായ എബബ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കേണ്ടതിന് കണ്ണാടി വേണമെന്ന് നിലനിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ആമേൻ. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പയുകൾക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാകുന്നു. ഈ കൊലോസി സഭയിലുള്ള വിശ്വാസികളെ, ലവോദിക്കയിലുള്ള വിശ്വാസികളെ, ഹീരപ്പയിലുള്ള വിശ്വാസികളെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷകൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷകൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്. ആമേൻ. ഇന്ന് പകല് ഹല്ലേലൂയ ഉണ്ട്. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദേശത്ത് സഭ വളരേണ്ടതിനായി ഒന്ന് പോരാടണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന മറ്റൊരു മൂഡിലേക്കാണ്. അതിനോട് നിങ്ങൾ കയറി വരണം. ഇപ്പോഴുള്ള ഈ അന്തരീക്ഷമൊക്കെ വിട്ടിട്ട് അതിലേക്കൊന്ന് കയറി വരണം. ചിലത് കൺഫസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. സ്പിരിറ്റ് റിലത്തിൽ നമുക്ക് ഓണായി കിടക്കുന്ന എത്ര പേര് കേൾക്കുന്നു? സ്പിരിറ്റ് റിലത്തിൽ നമുക്ക് ഓണായി കിടക്കുന്ന സോഴ്സുകളെ മനസ്സിനകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഈ ദൃശ്യമായ വേൾഡിനകത്തേക്ക് അത് റിലീസാകും. ഹല്ലേലൂയ. ആമേൻ. ആത്മമണ്ഡലത്തിനകത്ത് എല്ലാം ഓണായി കിടക്കുക. മനസ്സിലായി? ആത്മമണ്ഡലത്തിലെല്ലാം തുറന്നു കിടക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ആമേൻ മുണ്ടക്കയം മിറക്കിൾ ഹാർവസ്റ്റിന് വേണ്ടി തുറന്നു കിടക്കുക. ആത്മമണ്ഡലത്തിൽ സ്പിരിറ്റ് റിലത്തിനകത്ത് മുണ്ടക്കയത്തുള്ള വീടുകൾ, കുടുംബങ്ങൾ, വ്യക്തികളെല്ലാം തുറന്നു കിടക്കുകയാണ്. സോ ഇന്ന് രാവിലെ നമ്മളത് കൺഫസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങൾ എന്താണോ ഇപ്പൊ പറയുന്നത് അതാണ് നാളെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്താണോ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് നാളെ തുറന്നു വരുന്നത്. ആമേൻ. ഇന്ന് പകല് കാണുന്നത് കേൾക്കുന്നത് വിശ്വസിക്കാതെ മറിച്ച് വചനം എന്നോട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാലിലെ പിറകിൽ താഴെ കിടക്കുന്ന മണ്ണ് താഴോട്ട് പോയാലും ഞാൻ നിൽക്കുന്നത് കർത്താവ് പറഞ്ഞ വചനത്തിലാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, തുറക്കാത്തത് ഇന്ന് പകല് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൃശ്യമായ മണ്ഡലത്തിനകത്തേക്ക് ചിലതിനെ വിളിച്ചുകൊണ്ടുവരാൻ, മിണ്ടുന്നില്ലല്ലോ സഭയ്ക്കകത്തുള്ളവർ മിണ്ടുന്നില്ലല്ലോ, ഈ ദൃശ്യമായ വേൾഡിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പൗലോസ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണം. ഹല്ലേലൂയ. സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകാൻ നിയോഗിക്കപ്പെട്ടവര് നീയാണ്. ആ നീയാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ സ്പിരിറ്റ് റിലത്തിന് ആത്മമണ്ഡലത്തിനകത്ത് സ്വീകരിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ശരിയായ രൂപത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ആവേശമുണ്ട് ഇന്ന് പകല്. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആവേശം
വന്ന് ഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി കേൾക്കാനുള്ള സമയമല്ല, വിളിച്ചു വരുത്താനുള്ള സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി മുണ്ടക്കയത്തിൻ്റെ പ്രകൃതി വെയിറ്റിങ്ങിലാണ്. നിങ്ങൾക്ക് വേണ്ടി മുണ്ടക്കയത്തിൻ്റെ അറ്റ്മോസ്ഫിയർ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. സൃഷ്ടി കർത്താവിൻ്റെ പുത്രന്മാർ പറയുന്നത് കേൾക്കുകയും ആ രൂപത്തിലേക്ക് അത് തിരിഞ്ഞും വരുന്നത് കാണാൻ വേണ്ടി ഈ പ്രകൃതി ദാസ്യത്വത്തിൻ്റെ അടിമത്തത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകല് വളരെ പ്രത്യാശയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Come on. വായു ഉയർത്തി ചിലത് പറയാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ലൈഫിലെ ഇന്നലകളിൽ സംഭവിച്ചത് ഇന്നും സംഭവിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയ്ക്കകത്തും മിഥ്യാബോധങ്ങൾക്കകത്തും ഓടരുത്. കാരണം നിന്റെ ജീവിതത്തെ പ്രവചിച്ച് തിരിക്കേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് ഈ എല്ലാം ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ വാക്ക് മാത്രം കേൾക്കുക. നീ വിശ്വസിച്ചത് നീ പറഞ്ഞോണം. നീ വിശ്വസിച്ചത് മിണ്ടാതിരിക്കരുത്. വിശ്വസിച്ചത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൂടെയുള്ളവർ കാണണം. ഹല്ലേലൂയ. കൂടെയുള്ളവർ കേൾക്കണം. ഹല്ലേലൂയ. കൂടെയുള്ളവർ മനസ്സിലാക്കണം. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം അതിനെ തിരിച്ചറിയണം. നിങ്ങളുടെ റൂമിൻ്റെ സാഹചര്യങ്ങൾ അതിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലെ മരങ്ങൾ അതിനെ കേൾക്കണം. നിങ്ങളുടെ ചുറ്റുവട്ടത്തിലെ വാഹനങ്ങൾ അതിനെ ഹല്ലേലൂയ. ഇന്ന് വാഹനം കാണും പറയണം, മുണ്ടക്കയത്തേക്ക് ഈ വാഹനത്തിലാണ് ആൾക്കാർ വരേണ്ടത്. Come on. ഇന്ന് പകല് വിശ്വാസത്തോടെ ചിലതിനോട് പ്രഖ്യാപിക്കാൻ തയ്യാറാകുക. ഈ സീറ്റ് നിറയുന്നതിന് മുമ്പ് KSRTCയിലെ സീറ്റുകൾ അടുക്കടുക്കായി നിറയുന്ന സാഹചര്യങ്ങൾ ഈ ചർച്ചിലേക്കുള്ള ആഗമനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കും. വലിയ ഉണർവുകൾ ഞാൻ ആത്മാവിൽ കാണുന്നു. മടുക്കയിൽ വലിയ ഉണർവുകൾ സംഭവിക്കാൻ പോവുക. ഇളങ്കാട് വലിയ ഉണർവുകൾ സംഭവിക്കപ്പെടാൻ പോവുക. ആമേൻ. പുലിക്കുന്നിലും പുഞ്ചവയലുകൾക്കകത്തും ദൈവം വലിയ ഉണർവുകളെ അയക്കാൻ പോവുകയാണ്. മടിച്ചെവിടെയോ കൂനിയിരിക്കുന്നവരെ ഉണർവിന്റെ ശബ്ദമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇങ്ങനെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതുകൾക്കകത്ത് എൻ്റെ ദൈവശബ്ദം എനിക്ക് കേൾക്കാം. ഹല്ലേലൂയ. നീ ഇത് പറ, ഇത് സംഭവിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്? വി ഷുഡ് സ്പീക്ക്. നാം ഇതിനെ പറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇതിനെ പറയാൻ തയ്യാറാകണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ദൂതനോട് പറയുന്നു. ഹല്ലേലൂയ. ചേട്ടന്മാരോടും അപ്പനോടും അമ്മയോടും ഒരുത്തൻ പറയാണ്, ഈ കറ്റ വെട്ടിയതാണ്, പക്ഷേ എൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നു. ഈ കറ്റ വെട്ടിയതാണ്, പക്ഷെ എൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നു. മറ്റ് നിങ്ങളുടെ കറ്റകൾ മുഴുവൻ എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. ഇതൊരു പ്രവചനമാണ്, ഇതൊരു ദർശനമാണ്. നിന്റെ വീട്ടുകാർ അംഗീകരിച്ചാലും, നിന്റെ കൂടപ്പറപ്പുകൾ അംഗീകരിച്ചാലും, നിന്റെ സാഹചര്യം അംഗീകരിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇച്ചിരി കട്ടി കൂട്ടി പിടിക്കാൻ പോവുകയാണ്. അതിനെ ആത്മാവിൽ പിടിച്ചോണം. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ട അപ്പനും അമ്മയ്ക്കും ഇത് ദഹിച്ചില്ല. ഈ ദർശനം കേട്ട സഹോദരങ്ങൾക്കത് ഇത് കുശുമ്പായി തീർന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഹൃദയത്തിനകത്ത് ചേട്ടന്മാരുടെ ഉള്ളിലുണ്ടായ കുശുമ്പ് പോലും ഈ ദർശനത്തിലേക്കുള്ള വഴികളാക്കി. എത്ര പേര് പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ. ഹല്ലേലൂയ. നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തെ ഫുൾഫിൽ ചെയ്യുവാൻ, ഹല്ലേലൂയ, നിന്റെ ചേട്ടന്മാരുടെ നിനക്ക് വിരോധികളായി മാറുന്നവർ കുശുമ്പിനെ തോലും ദൈവം വഴികളാക്കി മാറ്റുന്ന. പിടിക്കണം. ഇതിനെ പിടിച്ചോളം. ഹല്ലേലൂയ. നിന്റെ ദർശനത്തെ ഫുൾഫിൽ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്ന വഴികൾ മനുഷ്യന്റെ ചിന്തകൾക്കകത്ത് മനസ്സിലാകാത്തതാണ്. ഞാൻ
ഈ ദൂതിനെ ഒന്നുകൂടി അപ്ഡേഷൻ ഇടട്ടെ. പൊത്തിപ്പേറിന്റെ ഹല്ലേലൂയ വീടിനകത്ത് നടക്കുന്ന സംഭവം, ഹല്ലേലൂയ അവന്റെ ലൈഫിനകത്തുണ്ടാകുന്ന പേരുദോഷം, എടുത്തു പിടിക്കാൻ പറയുന്ന തുണി എന്ന തെളിവ്, ഹല്ലേലൂയ പൊത്തിപ്പേറിന് രാജകൊട്ടാരത്തിലുള്ള സ്വാധീനത, ഇതെല്ലാം വെച്ചുകൊണ്ട് യോസഫിനെ ഹല്ലേലൂയ ഒരു കാരാഗ്രഹത്തിനകത്തേക്ക് കയറ്റുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, നിനക്ക് എഴുന്നേറ്റ് പിടിച്ച് ഈ തുണിയുണ്ടല്ലോ, നിനക്കെതിരെ എഴുന്നേൽപ്പിച്ച് വെച്ച ആ വിരോധമായ വാക്കുണ്ടല്ലോ, പൊത്തിപ്പേറിന്റെ വാക്ക്, പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ വാക്ക്, പൊത്തിപ്പേറിന്റെ കൊട്ടാരത്തിന്റെ സ്വാധീനത, ഇത് മൊത്തം അവർക്ക് അനുകൂലമാണെന്ന് ചിന്തിക്കരുത്. ഇത് മൊത്തം നിനക്ക് അനുകൂലമാകാൻ ഇന്ന് പകല് പരിശുദ്ധാത്മ പറയുന്നു, വിരോധമായ ഏതൊക്കെയോ മേഖലകൾ പരിശുദ്ധാത്മാവ് അനുകൂലമാക്കുന്നത് ആത്മക്കണ്ണുകൾക്കവിടെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വരെ തിരിഞ്ഞു നിന്ന ഏതൊക്കെയോ മേഖലകൾ ഇന്ന് പകല് യൂട്ടേണായി തിരിയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് തിരിയുകയാണ്. കരങ്ങൾ അടിച്ച് ഇതൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി പട്ടണങ്ങൾക്കകത്ത് സഞ്ചരിച്ച സഞ്ചാര പദങ്ങളെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് തിരിക്കുക. നിനക്ക് അനുകൂലമാകുന്ന ഒരു പ്രതലമല്ല ഇന്നലെ വരെ മുണ്ടക്കേണ്ടെന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽ പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് അനുകൂലമാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ക്ഷണം കിട്ടുമ്പോൾ ആ സ്ഥലത്തെ അനുകൂലമാക്കിയ ഒരു അന്തരീക്ഷം ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയൻ പട്ടണത്തിനകത്ത് യൂറോപ്യൻ മണ്ണിൽ പൗലോസ് ഇറങ്ങുമ്പോൾ പൗലോസിന് അനുകൂലമായ ഒരു സാഹചര്യം പൗലോസിന് മുമ്പേ ഒരു വ്യക്തിയുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അയച്ചിരുന്നു. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം പറയുന്നില്ല. എൻ്റെ മനസ്സിനകത്ത് തിങ്ങി നിറയുന്ന ഒരാശയം ഞാൻ പറയാം. ഹല്ലേലൂയ, തീക്കനലിനകത്തേക്ക് വലിച്ചെറിയുന്ന ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോബ്, ഹല്ലേലൂയ, അവർക്ക് ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് തീക്കുണ്ടമാണ്. 7 ഇരട്ടിയായിട്ട് ഹല്ലേലൂയ കത്തിച്ച് അതിൻ്റെ ശക്തിയുടെ ബലം കൂട്ടുന്ന അതിനകത്തേക്കാണ് ഇവർക്ക് സ്ഥാനം കിട്ടുന്നത്. പക്ഷെ അതിനകം മുഴുവൻ ദൈവത്തിന് ഇവർക്ക് വേണ്ടി അനുകൂലമാക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, മുണ്ടക്കയത്തിൻ്റെ പ്രകൃതികൾക്കകത്ത് വലിയ മാറ്റങ്ങൾ അനുവദനീയമാണ്. ഈ 2 ദൂത് പ്രസന്റ് ലൈഫിനകത്ത് സംഭവിക്കാൻ പോവുക. എരുതി പോലെ കത്തുന്ന ചില വീടുകൾക്കകത്ത് ദൈവത്തിൻ്റെ സമാധാനം ഈ സഭ മൂലം സംഭവിക്കപ്പെടുന്നതിന് ഈ വചനം ഒരു കാരണമാകും. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. അല്ലെങ്കിൽ വിരോധാത്മകമായ കൽപ്പനകൾ പുറപ്പെട്ടതിൻ്റെ ഭാഗമായി നിനക്ക് വെളിപ്പെട്ടത് അഗ്നിയാണെങ്കിലും അഗ്നി നിന്നെ ദഹിപ്പിക്കാത്ത രീതിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടതുപോലെ 4-മനായല്ല 1-മനായി അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കാൻ പോവുക. കരം അടിച്ച ദൂതിനെ അങ്ങ് സ്വീകരിച്ചോണം. ഏതൊക്കെയോ പ്രതലം നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നു, ഏതൊക്കെയോ സ്ഥലം നിനക്ക് വേണ്ടി തിരിയുന്നു, ഏതൊക്കെയോ കുടുംബങ്ങൾ നിനക്ക് വേണ്ടി തിരിയുന്നു, ഏതൊക്കെയോ ഹല്ലേലൂയ ഗ്രാമങ്ങൾ നിനക്ക് വേണ്ടി ഏതൊക്കെയോ ഗ്രാമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നു, ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നു. സമ്പത്തിൻ്റെ ആനുകൂല സന്തോഷങ്ങൾ നിനക്ക് വേണ്ടി തിരിയുകയാണ്. ആമേൻ. ദൈവാത്മാവ് ഇന്ന് ചിലരെ തൊട്ടിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്നവരെയും പുറത്തിരിക്കുന്നവരെയും ദൈവാത്മാവിന് ഒരുപോലെ തൊടാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ ഭാഗം പറഞ്ഞപ്പോ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് ഓടിച്ച് കയറ്റിയതാണ്. തിരിയാൻ പോവുക, അന്തരീക്ഷങ്ങൾ തിരിയാൻ പോവുക, സാഹചര്യങ്ങൾ തിരിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. മാറുമെന്ന് ഓർത്തുകൊണ്ട് നോക്കിയിരിക്കരുത്, മാറ്റാനുള്ളവരാ നിങ്ങൾ. ഹല്ലേലൂയ. എന്തൊക്കെയോ എനിക്ക് വേണ്ടി വഴിമാറി വരും. നിങ്ങൾ മാറ്റാതെ ചിലത് മാറത്തില്ല, നിങ്ങൾ മാറ്റാതെ ചിലത് മാറത്തില്ല, നിങ്ങൾ പറയാതെ ചിലത് മാറത്തില്ല. ഇന്ന് പകല് ചിലതിനെ നോക്കി പറയാൻ, മാറടാ എന്ന് പറയാൻ, ഹല്ലേലൂയ, കാറ്റേ നീ അടങ്ങെന്ന് പറയാൻ, കടലേ നീ അനങ്ങരുതെന്ന് പറയാൻ ഇന്ന് പകല് ചിലതിന് അധികാരം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുക.
ഞാൻ ആത്മാവിലെ എക്സസൈസ് ഇപ്പോഴേ തുടങ്ങട്ടെ. യൗവനക്കാരുടെ വലിയൊരു കൂട്ടം സഭയ്ക്കകത്ത് നിറഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. യൗവനക്കാരുടെ ഹല്ലേലൂയ. കാരണം അടുത്ത ജനറേഷൻ വരാതെ വേണം സഭ അടുത്തൊരു അന്തരീക്ഷത്തിലേക്ക് ലിഫ്റ്റപ്പ് ആകത്തില്ല. Come on, hallelujah. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മിനിസ്ട്രിയാണ് ഒരു യൂത്ത് മൂവ് ഈ സഭയാൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. പട്ടണങ്ങൾക്കകത്ത് യൂത്തിനെ ഞാൻ ആത്മാവിൽ വിളിക്കുന്നു. Come on, hallelujah. നിനക്കിന്ന് വരെ കിട്ടാത്തൊരു ലഹരി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ പിടിക്കാൻ ഇന്ന് പകൽ യൂത്തിനെ ഞാൻ വിളിക്കുന്നു. തകർന്ന കുടുംബങ്ങൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. സമ്പത്തുള്ള കുടുംബങ്ങൾ തുറന്നു വരട്ടെ. സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ തുറന്നു വരട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സമാധാനത്തിലേക്ക് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ജാതി മത വർഗ ഭേദമന്യേ യേശുവിൻ്റെ നാമത്തിൽ ജാതികളുടെ കൂട്ടം തുറന്നു വരട്ടെ. ഇത് പറയാൻ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. ഈ പട്ടണത്തിനൊക്കെ നിറവുണ്ടാകും. ഹല്ലേലൂയ. വലിയ ബിൽഡിങ് നമുക്ക് വേണ്ടി തുടങ്ങിയെന്ന ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് സാഹചര്യങ്ങളെ എത്തിക്കാൻ പോവുക ദൈവാത്മാവ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറ്. ഹല്ലേലൂയ. അതിനോട് കൂടി വരുന്ന ഒരു ആലോചനയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മടി കാണിക്കരുത്. ഈ പ്രാർത്ഥന ഹല്ലേലൂയ എബബ്രാസിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. പക്ഷെ അതിനോട് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഈ പൗലോസിന്റെ മനസ്സുള്ള ദൈവദാസന്മാരുണ്ട്. അതാണ് ഈ കൂട്ടുവേലക്കാരുടെ പ്രാർത്ഥനകളുടെ ഞാൻ ഈ വിഷയത്തോട് കൂട്ടിച്ചേർക്കുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് കടന്ന്, ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു വന്നപ്പോൾ പൗലോസ് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ ഇവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു സഭ കൊണ്ട് ഒതുങ്ങാതെ ഒരു സഭ വളർന്ന് മുളച്ചു പൊങ്ങി വരുമ്പോൾ തന്നെ അടുത്ത സ്ഥലത്ത് സുവിശേഷത്തിൻ്റെ വിത്തിടുന്നവരായിരുന്നു ഇവർ. ഹല്ലേലൂയ. പൗലോസിൻ്റെ ഒരു മെയിൻ തിയറിയാണ് ഒരു സഭയ്ക്കകത്ത് ഹല്ലേലൂയ ആത്മാക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒതുങ്ങത്തില്ല, അടുത്ത പ്രദേശത്ത് അദ്ദേഹം സുവിശേഷത്തിൻ്റെ വിത്തിട്ടിരിക്കും. ആമേൻ. ഉറപ്പായിട്ടും ആ സഭ പുറത്തു വരികയും ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യനാണ് എബബ്രാസ്. എബബ്രാസിൻ്റെ ശുശ്രൂഷ വളരെ ശക്തി ഉള്ളതാണ്. ഹല്ലേലൂയ. കേവലം 3 മാസത്തെ പഠനമേ ഉള്ളൂ. പഠനത്തിനകത്ത് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ അധികമൊന്നും അറിയത്തില്ല. നോസ്റ്റിക് ചിന്താഗതികൾ സഭയ്ക്കകത്ത് കയറുന്നു. ചോദ്യങ്ങൾ എബബ്രാസിൻ്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിജ്ഞാനീയത്തിൽ നിന്ന് കൂടുതലൊന്നും പറയാൻ അറിയാത്തത് കൊണ്ട് ഈ മനുഷ്യൻ മടിച്ച് അവരുടെ മുമ്പിൽ മൗനത പാലിച്ചില്ല. അവരുടെ മുമ്പിൽ തൽക്കാലം ഒന്ന് മൗനമായി. പക്ഷേ പ്രാർത്ഥന മുറിയിൽ മുട്ടുമടക്കിയിട്ട് തൻ്റെ ശബ്ദം ദൈവത്തോട് കൊടുത്തു. ആൻസർ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ, മറുപടി വെളിപ്പെട്ടേ മതിയാകുള്ളൂ. അങ്ങനെ ഒരു മറുപടിക്ക് വേണ്ടി 60 മൈൽ അപ്പുറയുള്ള കാരാഗ്രഹവാസം അനുഭവിക്കുന്ന പൗലോസിൻ്റെ അടുക്കിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച് അവിടെ ചെന്ന് പൗലോസിന് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പൗലോസിനോട് പറയാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ആരോടും പറയാതെ ആദ്യം ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ പ്രാർത്ഥനയിലൂടെ പറഞ്ഞു വിട്ട വാക്കുകളെ പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം കൊടുത്തിട്ട് കൊലോസ്യ പട്ടണത്തിലെ സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ മടി കൂടാതെ അദ്ദേഹം ലേഖനം എഴുതുകയാണ്. ആ ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിനകത്ത് പൗലോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. അതെ, നമുക്കൊരു പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കുന്നു എന്നല്ല, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. എന്താണ് പോരാട്ടത്തിൻ്റെ കാര്യം? ഇതൊരു യുദ്ധഭൂമിയാണ്. ഹല്ലേലൂയ. സാധാരണ ഒരു സുവിശേഷീകരണമല്ല നമുക്ക് ആവശ്യം. യുദ്ധഭൂമിയിൽ ഒരു യുദ്ധഭടൻ നിൽക്കുന്നത് പോലെ ഹല്ലേലൂയ അനിവാര്യമായി വിജയത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവത്തിൻ്റെ യുദ്ധസേവകരാണ് നിങ്ങളെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ഈ ദിവസങ്ങളിൽ ഇറങ്ങാൻ തയ്യാറാകുക. ആ ഇറക്കത്തിനകത്ത് ഒരു കാര്യം നിശ്ചയമാണ്, നിനക്ക് വിരോധമായി നിൽക്കുന്നതെല്ലാം ഇടിഞ്ഞു വീഴുവാനിടയായി തീരും. നീ ഒന്ന് ശബ്ദം ഉയർത്തിയാൽ, നീ ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയാൽ ചില കുടുംബങ്ങളുടെ ഉള്ളിൽ നിന്ന് ദുർഭൂതങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ.
നമുക്ക് മാത്രം ആരാധിച്ചാൽ മതിയോ എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് സഭയിന്ന് പുറത്തു വരട്ടെ. സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. റെവലേഷൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നപ്പോൾ ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മ. പറഞ്ഞിട്ടില്ലേ? പഠിപ്പിച്ചിട്ടില്ലേ? വിശ്വസിക്കാത്തവർക്ക് പാപബോധം കൊടുക്കുന്നത് വിശ്വസിക്കാത്തവരാണ് ലോകം. ഇതുവരെ കർത്താവിനെ അറിയാതെ കേൾക്കാതിരിക്കുന്നവരുടെ ഉള്ളില് ദൈവശബ്ദത്താൽ അല്ലെങ്കിൽ പാപബോധം ഉളവാക്കുന്ന ഒരു കാര്യസ്ഥൻ, സഭയുടെ കാര്യസ്ഥൻ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കാര്യം അവരറിയണമെന്ന് നിർബന്ധമില്ല. ഈ കാര്യം സഭ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ ഈ കുടുംബം തിരിഞ്ഞു വരും, എങ്ങനെ ഈ വ്യക്തി കർത്താവിൽ കീഴ്പ്പെടും ഇന്നുള്ള ചിന്താഗതി സഭയ്ക്ക് വേണ്ട. ഹല്ലേലൂയ. കാരണം എന്നാന്ന് ചോദിച്ചാൽ തിരിക്കാൻ അറിയുന്ന ഒരുവൻ ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇത് സഭയുടെ കോൺഫിഡൻ്റ് ആകണം. ഞാൻ എൻ്റെ കാര്യസ്ഥൻ, എൻ്റെ കാര്യങ്ങളെ ചെയ്തു തരുന്ന ആൾ ആണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ നിന്നാൽ ദൈവപ്രവൃത്തി നിൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം, ഹല്ലേലൂയ, പട്ടണത്തെ തിരിക്കുന്നത് ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥരല്ല, പാർട്ടി പ്രവർത്തകരല്ല, മറിച്ച് കാര്യസ്ഥൻ ഇറങ്ങി നിൽപ്പുണ്ട്. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കൊലോസിയ, ഹീരപ്പൊയ്ക, ലവോദിക്ക പട്ടണങ്ങളെ തിരിച്ചത് ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ ഈ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ അതിശക്തമായ ഒരു ഉണർവ് ദേശത്തിനകത്ത് സംഭവിക്കുവാനിടയായിത്തീർന്നു. ഉണർവിന് വേണ്ടി ഒരു പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് വലിയ നിശ്ചയമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. പക്ഷേ ആ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുമ്പോൾ സഭയെ ദൈവം ഈ ഭൂമിയിൽ അപ്പോയിൻ്റ് ചെയ്തത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വളർച്ചയുള്ളവരായി വരാനാ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു വലിയ വളർച്ച ഈ സഭയുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ. പ്രധാന ഭാഗങ്ങൾക്കകത്തേക്കൊന്ന് വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ മനുഷ്യൻ 60 മൈൽ ദൂരത്തുള്ള കാരാഗ്രഹ സ്ഥലക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ താനിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ പൗലോസിന് മനസ്സിലാകുകയും പൗലോസ് ആ വിധത്തിൽ തന്നെ ഈ ലേഖനം എഴുതി തീരുവാനിടയായിത്തീർന്നു. ഇത്ര സുന്ദരമായൊരു ലേഖനം, ഹല്ലേലൂയ, നമുക്ക് മറ്റൊന്ന് കാണാൻ കഴിയത്തില്ല. ചില അധ്യായങ്ങൾ, 4 അധ്യായങ്ങൾ മാത്രമുള്ളെങ്കിലും ഇതിനകത്തുള്ള ആശയങ്ങൾ പ്രസംഗിച്ചാൽ തീരത്തില്ല. എൻ്റെ വചന വെളിപ്പാടുകൾ എനിക്ക് തുറന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു തന്ന 2 ലേഖനങ്ങൾക്കകത്തിൽ ഒരു ലേഖനം ഇതായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് കൊലോസി ലേഖനമാണെങ്കിൽ 2 റോമാ ലേഖനമായിരുന്നു. എൻ്റെ മനസ്സിനെ ഏറ്റവും ചൂടുപിടിപ്പിച്ചതും ക്രിസ്തു വിജ്ഞാനീയം എൻ്റെ അകത്ത് തുറന്നിട്ട് ക്രിസ്തു ജ്ഞാനത്തിലേക്കും വിവേകത്തിലേക്കും ക്രിസ്തു സ്നേഹത്തിലേക്കും എന്നെ വലിച്ചടിപ്പിച്ചത് ഞാൻ പ്രസംഗിക്കുന്നത് വെറും പാഴല്ല എന്ന് എൻ്റെ ഉൾമനസ്സിനെ ആത്മാവിൽ അക്കിട്ടുറപ്പിച്ച ആശയങ്ങൾ ദൈവാത്മാവ് എനിക്ക് പറഞ്ഞു തന്നത് ഈ പുസ്തകം തുറന്നു വന്നപ്പോഴാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ അത് ഏത് മനുഷ്യനും ആകട്ടെ, എത്ര വൃത്തികേട്ടവനാകട്ടെ, എത്ര ഹല്ലേലൂയ കൊള്ളരുതാത്തവനായി തീരട്ടെ, ലോകം എത്രത്തോളം അവനെ ത്യജിച്ചവനായി തീരട്ടെ, പക്ഷെ അവന് വിലയുണ്ടെന്നും ആ വില ക്രിസ്തു തൻ്റെ രക്തത്താൽ കൊടുത്ത വിലയാണെന്നും അവനെ നന്നാക്കാൻ ആ ക്രിസ്തുവിന് കഴിയുമെന്നും ഈ ലേഖനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരെന്നും നോട്ടമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനാൽ രൂപാന്തരം പ്രാപിക്കുന്ന ഒരു കൂട്ടത്തെ ആത്മകണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. എൻ്റെ വാക്കുകൾക്ക് വലിയ ഇത് കൊടുക്കാതെ എൻ്റെ ഈ ആശയത്തിനകത്ത് ദൈവം എന്നെ പറഞ്ഞ ആശയത്തിനകത്തേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. സത്യത്തിൽ ഇത് പൗലോസിൻ്റെ പ്രാർത്ഥനയല്ല, എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയാണ് തുറന്നു വരുന്നത്. ഒന്ന്, ദൈവഹിതത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയാണ് പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം ഇങ്ങനെയാണ്: ദൈവഹിതം സംബന്ധിച്ചൊക്കെ നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ആമേൻ. ഇന്ന് പകരം വിൽ ഓഫ് ഗോഡിനെ കുറിച്ച് പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. ഇന്ന് എന്താണ് എന്നെക്കുറിച്ച് ദൈവം നാളെ അല്ല, ഇന്ന് എന്നെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? നാളെ നിന്നെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ അത് നാളെയല്ല ദൈവം തുടങ്ങുന്നത്, ഇന്നേ തുടങ്ങിയിരിക്കും. ഹല്ലേലൂയ. നാളെ നിന്നെ ദൈവം കളക്ടറാക്കി
മാറ്റുമെങ്കിൽ ആ കളക്ടറാക്കി മാറ്റുന്ന ദിവസത്തിലല്ല പണി തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതിനും വർഷങ്ങൾക്ക് മുമ്പേ ആ പണി ആരംഭിച്ചിരിക്കും, ആ പഠിത്തം ആരംഭിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നാളെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരണമെങ്കിൽ അതിനെക്കുറിച്ചുള്ളത് ഇന്നേ ദൈവം തുറന്നിരിക്കും. ഹല്ലേലൂയ. ഇന്നേ ദൈവം തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കേട്ട ദൈവശബ്ദം ഒന്ന് ഹൃദയത്തിനകത്തേക്ക് വീണ്ടും ഒന്ന് കടത്തിവിടാനായിട്ട് തയ്യാറായാൽ മതി. ഹല്ലേലൂയ. ഇന്നലകളിൽ കേട്ട ദൈവശബ്ദം എഴുതി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, പറഞ്ഞ് എവിടെയെങ്കിലും മനസ്സിൽ തന്നെ കോണിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയം കൊണ്ടൊന്ന് ഏറ്റുപറയുക. അത് പറയുമ്പോൾ അടുത്ത പ്ലാനുകൾ തുറന്നു വരും. ഹല്ലേലൂയ. അടുത്ത പ്ലാനുകൾ, അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് തുറന്നു വരും. മറന്നിരിക്കണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു, മറന്നിരിക്കണമെന്ന് മനുഷ്യൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവാത്മാവ് ഈ വിഷയം നീ മറക്കാതെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിലൂടെയാണ് ഈ കാര്യങ്ങൾ നടപ്പിലാകുന്നത്. നടപ്പിലാക്കിയെടുക്കുന്ന പ്ലാനുകൾ തുറന്നു വരുവാൻ ഈ ശക്തിയുള്ള വാക്കുകൾ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനാ വിഷയത്തിൽ ഒന്നായിരുന്നു ദൈവഹിതം എന്നുള്ളത്. ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾക്ക് നിശ്ചയമുണ്ടായിരിക്കണം. നിശ്ചയമുണ്ടെങ്കിൽ കൃത്യം സമയങ്ങളുടെ ബന്ധനമോ സമയത്തിൻ്റെ കടന്നുപോക്കോ നിങ്ങൾക്കൊരു വിഷയമായിരിക്കില്ല. ലേറ്റ് ആകുന്നതോ നേരത്തെ വരുന്നതോ ഒരു വിഷയമാകത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവഹിതത്തെക്കുറിച്ച് നിശ്ചയമുണ്ടെങ്കിൽ സമയം പോകുന്നതോ നേരത്തെ വരുന്നതോ ഒരു പ്രശ്നമല്ല. ആമേൻ. ഇപ്പം കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങളുടെ മനസ്സിനും ഉണ്ട്, മുഖത്തും ഉണ്ട്. എനിക്കറിയാം, ഇല്ലേ? അത് എത്ര പറഞ്ഞാലും ഇല്ലെറങ്ങൂ, എത്ര പറഞ്ഞാലും ഉണ്ട്. പക്ഷേ ഈ ദൈവഹിതത്തിനകത്ത് ഒരു ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ വിഷയത്തിനകത്ത് ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് മാറിക്കോളും. അതുകൊണ്ടാണ് പറയുന്നത്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. കേട്ട് വായിക്കുകയാണ് ഫലകത്തിൽ എഴുതപ്പെട്ടത്, ഓടിച്ചു വായിക്കുന്ന രൂപത്തിൽ ഈ പ്രവാചകൻ വായിച്ചു കൊണ്ടേ ഇരിക്കുക. എന്താണ്? ഹല്ലേലൂയ. ആ സമയം എനിക്ക് വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ നന്മകൾ, എത്ര പേര് കേൾക്കുന്നുണ്ട്? ആ നന്മകൾ എനിക്ക് വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യങ്ങൾ എനിക്ക് വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആകുലതയ്ക്കകത്തേക്ക് മനസ്സിട്ട് കുടുക്കാതെ വണ്ണം വിശ്വാസത്താൽ ദൈവ പദ്ധതികളെ വിളിച്ചു പറയുന്നവരെ കുറിച്ച് വചനം പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ ആശയമാണ്. നാളെ എന്നുള്ളത് നമുക്ക് വേണ്ടി വിചാരപ്പെടത്തില്ല. നാളെ എന്നതിനെക്കുറിച്ച് നാം വിചാരപ്പെടുകയില്ല. നാളത്തെ സമയങ്ങൾ നമുക്ക് വേണ്ടി വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുണ്ടക്കയത്തെക്കുറിച്ച് ഉള്ള ദൈവ പദ്ധതിക്കകത്ത്, ആ പദ്ധതിയെ നാവിൻ്റെ അകത്ത് തൊടുത്തു വിടുന്നവരോട് പറയുന്നു, നാളെ എന്നത് നിങ്ങളെ ഓർത്ത് ബന്ധപ്പെടുകയാണ്. എവിടെയാണ് പുതിയ മിഷൻ ഫീൽഡുകൾ ആരംഭിക്കേണ്ടത്? എവിടെയാണ് സുവിശേഷീകരണ മേഖലകൾ തുറക്കേണ്ടത്? എവിടെയാണ് ഇവരെ ആത്മാവിൽ അപ്പോയിന്റ് ചെയ്യേണ്ടത്? എവിടെയെന്നുള്ളത് ആ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമാണ്, ഹല്ലേലൂയ, സമയങ്ങൾ ഒരുക്കപ്പെടുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് ആരാധന നടത്താൻ, പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് അത് ആത്മാവിൽ അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സമയങ്ങൾ ഒരുക്കപ്പെടുന്ന അന്തരീക്ഷത്തിനകത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കുകയല്ല, മറിച്ച് നീ പറയുന്നതനുസരിച്ച് സമയങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. ആത്മാവിൽ സ്വോത്രം ചെയ്ത് ഹല്ലേലൂയ, സ്വോത്രം ചെയ്യണം. പലരുടെയും ജീവിതം സംബന്ധിച്ച ഒരു ദൂതാണത്. അതെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ പലതും, ഹല്ലേലൂയ, ആ സമയം ഒരുക്കപ്പെടാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ആ ദൂതിൻ്റെ മേലൊരു അപ്ഡേഷൻ ഇട്ടുകൊണ്ട് പറയുകയാണ്, ആ സമയങ്ങൾ നിന്നെ ഓർത്ത് ബന്ധപ്പെടുന്ന, ഹല്ലേലൂയ, നിന്നിലേക്ക് അത് വേഗത്തിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം അതിന് ഉണ്ടാകുന്നത് കൊണ്ട് അത് നിനക്ക് വേണ്ടി ഓടാൻ തുടങ്ങുക. Hallelujah. ഒന്ന് പറഞ്ഞ് നിങ്ങളന്ന് ഏറ്റു പറഞ്ഞ് അത് ദൂതായിട്ട് തുറന്നു വരട്ടെ. നിങ്ങൾ മിണ്ടായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നത്. ഹല്ലേലൂയ. സമയങ്ങൾ നിങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നലെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇനി മുതൽ ദൈവപുത്രന്മാരായതുകൊണ്ട് ഈ ലിമിറ്റഡ് പീരീഡിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനകത്തോട്ട് കയറുന്നത് കൊണ്ട് സമയം നിന്നെ നോക്കി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിനകത്തേക്ക് നീ നിന്റെ ലൈഫിനെ സെറ്റ് ചെയ്യുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുമോന്ന് അറിയത്തില്ല, ഞാനത് പറഞ്ഞു തുടങ്ങാം. ഹല്ലേലൂയ. ഈ ഈ ഈ യോനയ്ക്ക് പോകാൻ ഒരു സമയവും ഒരു കപ്പലും റെഡിയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ സമയവും ആ കപ്പലും ഹല്ലേലൂയ പുള്ളി മിസ് ചെയ്തു. പക്ഷേ അതിനേക്കാൾ സ്പീഡുള്ള ഒരു കപ്പലിനെയും അതിനേക്കാൾ നല്ലൊരു സ്പേസും ദൈവം അതിനകത്തിന് വേണ്ടി ഒരുക്കി. ഇതിനകത്ത് എല്ലാ ദൂതും കിടപ്പുണ്ട്, എല്ലാം പിടിച്ചോണം. ഹല്ലേലൂയ. നിനക്ക് നന്നായി പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു കപ്പൽ റെഡിയായി. ഹല്ലേലൂയ. നല്ല കാറ്റ് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു സാഹചര്യം. പക്ഷേ അതിൽ നീ കയറാത്തത് കൊണ്ട്, അതിനെ നോക്കി അല്ലെങ്കിൽ പുരികം ചുളച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കിടന്ന കപ്പലിൽ കയറി പോയത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്പീഡിൽ ഒരു കപ്പൽ വിടാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അത് മേളി ഓടുന്ന കപ്പലിനേക്കാൾ വലിയ കപ്പലാണ് അടിയിൽ ഓടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകല് അവിടെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഹല്ലേലൂയ. കടലാനയോട് ദൈവം അപ്പോയിന്റ്, അങ്ങനെ വാക്കടക്കം, ദൈവം കൽപ്പിച്ചാക്കിയോ, ദൈവം അപ്പോയിന്റ് ചെയ്ത, എങ്ങനെയാണ് വാക്ക് ഞാൻ ഓർക്കുന്നില്ല, ദൈവം ഒരുക്കിയത്, ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു തിമിംഗലം, ഒരു കടലാന അവനെ വിഴുങ്ങി എന്നാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകരം തെറ്റിയവരോട് ഞാൻ പറയുന്നു, നിനക്ക് വേണ്ടി സ്പീഡുള്ള ചില വണ്ടികൾ ഒരുക്കപ്പെടട്ടെ. നിങ്ങൾക്ക് ഞാൻ എന്നാ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. സമയം ലേറ്റ് ആയവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഈ ഇന്ധനം കൊണ്ട് ഓടുന്ന കപ്പലിനെ ഓടിത്തോപ്പിക്കുന്ന, ഹല്ലേലൂയ, നാച്ചുറൽ ആയതിനെ ഓടിത്തോപ്പിക്കുന്ന സൂപ്പർ നാച്ചുറൽ സ്പീഡുള്ള ചിലത് നിന്റെ സമയത്തിലേക്ക് ഒരു പ്രവാചകനായി നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ അനുവദിക്കുക. ഹല്ലേലൂയ. അതോടൊപ്പം പിടിച്ചോ, സമയത്ത് കയറി വരേണ്ട നന്മയെ ക്യാച്ച് ചെയ്യാൻ പറ്റാതെ കയ്യിൽ നിന്ന് അകന്നു പോയതിന് ഓടിപ്പിടിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സ്പീഡ് നിന്റെ ലൈഫിനകത്തേക്ക് കർത്താവ് ഇന്ന് പകൽ അനുവദിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മം അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ. ഞാൻ എടുത്ത വിഷയമായിട്ട് അല്ലെങ്കിൽ ഈ ഇതിനകത്ത് പോരാട്ടം എന്ന് പറയുന്ന വിഷയം, ഹല്ലേലൂയ, അതിന് ആത്മമണ്ഡലത്തിൽ നടക്കുന്നത്. ഞാൻ ആ വിഷയം എടുക്കാതെ ഈ പ്രാർത്ഥനാ വിഷയത്തിനകത്തേക്ക് ഒന്ന് കയറാൻ വേണ്ടി താല്പര്യപ്പെട്ടാണ് നിന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറായിട്ട്. ഒന്ന് പറ, എൻ്റെ സമയം വലിയ സ്പീഡാകാൻ പോവാം. ആമേൻ. ഭൂമിയിലുള്ള എല്ലാവർക്കും 24 മണിക്കൂറായിരിക്കും. പക്ഷേ ഹല്ലേലൂയ, ഒരു 4th ഡയമെൻഷനകത്ത് ഓടാൻ താല്പര്യമുള്ള രീതിയിൽ എൻ്റെ സമയത്തെ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് 1000 വർഷത്തിനപ്പുറത്തേക്കൊന്ന് ചാടിക്കിടക്കാൻ പറ്റുമോ? 4th ഡയമെൻഷൻ ആണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. ആമേൻ. ആരോടാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പൗലോസിനോട് ചോദിച്ച പുള്ളി പറയും, ഞാൻ ഇരുന്ന റിലം വിട്ടിട്ട് എൻ്റെ കാലിനെ പൊക്കിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മോശയുടെ കാലഘട്ടത്തിലേക്കും പോകും, ഞാൻ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലേക്കും പോകും, ഞാൻ ആദമിൻ്റെ കാലഘട്ടത്തിലേക്കും പോകും, എന്നിട്ട് തിരിച്ച് അതിനേക്കാൾ വലിയ ആത്മമണ്ഡലത്തിനകത്തേക്ക് കയറും. അങ്ങനെയാണ് പൗലോസിനെ ദൈവം ഓടിച്ചെങ്കിൽ, ഹല്ലേലൂയ, യോഹന്നാനോട് പറയാണ്, നീ ആ ഭാഗത്തൊന്നും നിൽക്കണ്ട, നേരെ മുന്നോട്ട് ഓടിക്കൂ. 2025 നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നീ ചില വർഷങ്ങൾക്കകത്തേക്ക് ഓടിക്കയറാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചില വർഷങ്ങൾക്കകത്തേക്ക് ഓടിക്കുക. ഞാൻ ആ ഒരു ആത്മമണ്ഡലത്തിൽ കയറുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നീ പ്രാപിക്കേണ്ട സ്ഥലത്ത് പോയി നീ നന്മ പ്രാപിക്കാത്തത് കൊണ്ട് മിസ്സായ കപ്പല് ഓടി തീർക്കേണ്ട ആ ദൂരത്തെ ഓടി തീർക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. അവരതിനെ പിടിക്കട്ടെ. നിന്റെ കാലിന് വേഗത നൽകട്ടെ. ഹല്ലേലൂയ. ഇനി അതിനോട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ. ആഹാബിന് രഥമുണ്ട്. ആ രഥത്തെ വെച്ചുകൊണ്ട് മഴയ്ക്ക് മുമ്പ് ഓടാൻ അവനുള്ള കഴിവുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഏലിയാവിന് രഥമില്ല, പക്ഷേ ഏലിയാവിന് ദൈവമുണ്ട്. ഹല്ലേലൂയ. രഥത്തിൻ്റെ സ്പീഡിനേക്കാൾ മുമ്പിൽ ഓടാൻ കഴിയുന്നവനുണ്ട്. ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് ഞാൻ ഫിലിപ്പോസിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് അതേ ദൂത എടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന രാജ്ഞിക്ക് എന്തുണ്ട്?
ഹല്ലേലൂയ. ആ ഷണ്ണൻ എന്തുണ്ട്? രഥമുണ്ട്. പക്ഷെ രഥത്തെ ഓടിത്തോപ്പിക്കാൻ കഴിയുന്ന ഒരു സ്പീഡ് നിന്റെ കാലിന് ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുകയാണ്. സുവിശേഷീകരണത്തിനും ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടും ദൈവം ഇട്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്പീഡ്, ഒരു സൂപ്പർ നാച്ചുറൽ സ്പീഡ് ദൈവം നിനക്ക് വേണ്ടി അനുവദിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾക്കകത്ത് വെളിപ്പെട്ട് കിടക്കുന്ന നന്മകളെ പിടിക്കാനുള്ള ഒരു അഭിഷേകം അത് നിനക്ക് ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് നൽകുക. ഇതെല്ലായിടത്തും നിന്ന് കിട്ടത്തില്ല കേട്ടോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ തലയ്ക്കകത്തേക്ക് ബോധ്യം നൽകുകയാണ്. ഹല്ലേലൂയ. മനുഷ്യർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ നിന്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് ദൈവം വിളിച്ച വിളിക്കകത്ത് ഹല്ലേലൂയ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയെന്ന് ബോധ്യമുള്ളവരോട് ഇന്ന് പകൽ സമർപ്പിക്ക. ഗെറ്റ് റെഡി. നിന്റെ കാലുകള് ദൈവം സ്പീഡുള്ളതാക്കുക. സമയങ്ങൾ, അന്തരീക്ഷങ്ങൾ പരിശുദ്ധാത്മാവ് തിരികെ നൽകുന്നതിനോട് പറയും. ഹല്ലേലൂയ. ദൈവാത്മാവിന് ഒരു പ്രവചനം ഞാൻ തുറക്കുകയാണ്. ഇന്ന് വരെ തുറന്നു വരാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിന് ഉൾബോധ്യം നൽകുന്നു. ഒരു ക്ലൗഡ് രൂപപ്പെടുന്ന എനിക്ക് കാണാം. ഒരു ക്ലൗഡ് ഓഫ് ഗ്ലോറി രൂപപ്പെടുന്ന അറിയാം. ഹല്ലേലൂയ. മുണ്ടക്കയത്തിൻ്റെ മേലെ ക്ലൗഡ് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിന് കീഴിൽ വരുന്ന ജനം ഹല്ലേലൂയ ഹല്ലേലൂയ കാർമേഘത്തിൻ്റെ കീഴിൽ നിന്ന് ഹല്ലേലൂയ ഒരു മഴ താഴോട്ട് പൊഴിയുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ സ്വർഗം വെളിപ്പെടുത്തുന്ന ഈ ഗ്ലോറിയുടെ ക്ലൗഡിൽ കയറി വരുന്നവരുടെ മുമ്പിൽ ഒരു ഉണർവ് വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ നാവുകൾക്കപ്പുറത്തേക്ക് ഹല്ലേലൂയ ഒന്നും ഇല്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വെളിപ്പെടാൻ പോകുക. നീ ഒരു വാക്ക് പ്രാപിച്ച് പ്രവചിച്ചാൽ അത് സംഭവിക്കാൻ പോകുന്നു. നീ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിൽ ആ സൗഖ്യം അനുഭവിക്കപ്പെടുന്ന നീ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് ആത്മമണ്ഡലത്തിൽ നിന്ന് ദൃശ്യമായ മണ്ഡലത്തിലേക്ക് രൂപപ്പെട്ടു വരുന്ന ഹല്ലേലൂയ അങ്ങനെ ഒരു സ്പിരിച്വൽ ക്ലൗഡ്. യെസ്, ഞാനത് ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്നു. ഹല്ലേലൂയ. ഒരു സമയത്തെ നിനക്ക് അനുകൂലമാക്കി തരാൻ യെസ് അത് റിലീസാകട്ടെ. കൈ നീട്ടി സ്വീകരിക്കണം കേട്ടോ. നിന്റെ വീടിന്റെ മേളിൽ, നിന്റെ ചർച്ചിന്റെ മേളിൽ, നിന്റെ പട്ടണത്തിന്റെ മേളിൽ അങ്ങനെ ഒരു ക്ലൗഡ് വെളിപ്പെടണം. ഒരിക്കലും ഈ ക്ലൗഡ് ഹല്ലേലൂയ ഇറങ്ങി നിന്ന് നമുക്കറിയാം. അത് മേഘസ്തംഭമായി ഹല്ലേലൂയ ഇസ്രായേൽ എന്ന ജനത്തിന് മീതെ ഇറങ്ങി. ഹല്ലേലൂയ കനാൻ വരെ അത് അവരെ വിട്ടുപോയില്ല. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ നിൽക്കുന്നത് ചില സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇത് സഞ്ചരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ജനത്തിന് നിൽക്കാൻ പറ്റുള്ളായിരുന്നു. ഇത് സഞ്ചരിക്കുന്ന സ്ഥലത്തൂടെ മാത്രമേ ദൈവജനത്തിന് സഞ്ചരിക്കാമായിരുന്നുള്ളൂ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു അങ്ങനെ ഒരു ക്ലൗഡ് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ലോകം പറയുന്നത് കേട്ട് ലോകത്തിൻ്റെ സമയം അനുവദനീയമാകുന്നതനുസരിച്ച് ഹല്ലേലൂയ ബാങ്കിന്റെ സമയം അനുസരിച്ച്, ജോലിയുടെ സമയം അനുസരിച്ച്, കലണ്ടറിലെ ഹല്ലേലൂയ എന്താ പറയുന്നത് ഹല്ലേലൂയ അവധി ദിവസങ്ങളുടെ ഹല്ലേലൂയ ലിസ്റ്റ് എടുത്തു നോക്കി ഹല്ലേലൂയ അനുവദിക്കപ്പെട്ട സമയത്തിന്റെ കെട്ട് ഇന്ന് രാവിലെ കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. നിനക്ക് ആരാധിക്കാൻ സ്ഥലവും നിനക്ക് ആരാധിക്കാൻ സമയവും ദൈവം നിയമിച്ചു നൽകും. ഒന്ന് അന്യഭാഷയിൽ ആ ദൂതിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ 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 എന്ന് ആത്മാവിൽ കണ്ടോ. 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന ഒരാരാധന ഹോള് നിനക്ക് വേണ്ടി മുണ്ടക്കയത്ത് നൽകട്ടെ. 24 മണിക്കൂറും ജാതി ഭേദമന്യേ ആർക്കും അഭയസ്ഥാനമായി ഓടിക്കയറാൻ പറ്റുന്ന ഒരു ദേവാലയം ഇതിനകത്ത് തുറക്കപ്പെടട്ടെ, 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 തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ.
ശുദ്ധാത്മാവ് അങ്ങനെ ഒന്ന് ചെയ്യും. ആമേൻ. ഈ മനുഷ്യന്റെ ഈ വിഷയമൊക്കെ ഈ മനുഷ്യന്റെ ആത്മമണ്ഡലത്തിലെ അന്തരീക്ഷമാണ്, താൻ യുദ്ധം ചെയ്ത അന്തരീക്ഷം. ചില പ്രശ്നങ്ങൾ സഭയ്ക്കകത്തുണ്ടാകുന്നുണ്ട്. ഞാനൊരു വിഷയം പറഞ്ഞെങ്കിലും ഒന്നുകൂടെ പറയാം. ചില വിഷയങ്ങൾ സഭയ്ക്കകത്തുണ്ടാകുന്നുണ്ട്, കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് പൗലോസ് ഉത്തരം പറഞ്ഞു നൽകുമെന്നുള്ള വിശ്വാസത്താൽ തന്നെ ഉത്തരം മേടിച്ചുകൊണ്ട് വരുമ്പോൾ പറഞ്ഞ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു. നിങ്ങൾ തികഞ്ഞവരായി തീരണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പ്രസംഗിക്കാൻ എടുത്ത ഭാഗം ഇത് തന്നെയാണ്. നിങ്ങളിലെ തികവ്. എന്നോട് പറഞ്ഞാട്ടെ, നിങ്ങളിലെ തികവ്. നിങ്ങൾക്കറിയാമോ നിങ്ങളിലൊരു തികവുണ്ടെന്ന്? എല്ലാവരും കേട്ടില്ല. എല്ലാവരും പറഞ്ഞേ, നീതു നിങ്ങളിലെ തികവ് എന്ന് പറഞ്ഞ് രാജ്യം കേട്ടോ. നിങ്ങളിലൊരു തികവുണ്ട്, നിങ്ങളറിയാത്ത. എങ്ങനെയാ അത് കിട്ടിയത്? അക്ഷരാഭ്യാസം പഠിച്ചു മനസ്സിലാക്കിയ നാൾ മുതൽ നിങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് കിട്ടിയ ഒരു ക്വാണ്ടിറ്റി, ഒരു സംഭവമല്ല ഈ തികവെന്ന് പറയുന്നത്. ലോക പരിചയത്തിലൂടെ, ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു കഴിവോ ബന്ധമോ അല്ല ഈ പ്രാപ്തി എന്ന് പറയുന്നത്. ഈ പ്രാപ്തി വിശ്വാസത്താൽ യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളിലേക്ക് എത്തിയതാണ് ഈ കഴിവ്, ഈ പ്രാപ്തി. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുന്നു, ഇത് എഴുതി വെക്കാൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു പറയാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിലെ തികവ് ഒന്ന് പറഞ്ഞ അടുത്തിരിക്കുന്നത് നിങ്ങളിലെ തികവ്. നിങ്ങളിലൊരു തികവുണ്ട്, നിങ്ങളിലൊരു തികവുണ്ട്, നിങ്ങളിലൊരു തികവുണ്ട്. മോനെ പറഞ്ഞാൽ നിങ്ങളിലൊരു. ആമേൻ. ഹല്ലേലൂയ. ഈ കൃപ എന്ന വാക്ക് ഇതിനകത്തോട്ട് കൂട്ടി ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾ ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, ഈ തലയുടെ ബുദ്ധിവൈഭവത്തിൻ്റെ കാഠിന്യം കൊണ്ട്, ആ പ്രാപ്തി കൊണ്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾക്കൊരു പ്രാപ്തിയുണ്ട്. ആ പ്രാപ്തി എത്രത്തോളം ചെറുതായി പോയതാണെങ്കിലും, എത്ര ബലഹീനമാണെങ്കിലും, കർത്താവ് പറയുന്നു, ക്രിസ്തു എന്ന ദൈവമർമ്മത്തെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളിൽ ഒരു തികവായി അത് വെളിപ്പെടാൻ പോവുക. നിങ്ങൾക്ക് ഈ വേടി കിട്ടി മനസ്സിലായി. നിങ്ങളിൽ ഒരു തികവുണ്ട്. ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു മെസ്സേജ് പോലെ കേൾക്കാതെ, അല്ലെങ്കിൽ ഒരു സന്ദേശം പോലെയോ ഈ ആഴ്ചയിലെ പ്രസംഗം പോലെയോ കേൾക്കാതെ, നിങ്ങളിലൊരു തികവുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ തികയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാശ് കൊടുക്കാതെ വിശ്വാസത്താൽ പ്രവേശിച്ച ഒരു തികവുണ്ട്. ആളുടെ പേര് ക്രൈസ്റ്റ് എന്നാണ്. ബട്ട് ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് നിങ്ങളെ തികയ്ക്കുന്ന അനുഭവങ്ങളായി, പ്രാപ്തിയായി, കഴിവായി, അനുഭവങ്ങളായി, സ്ഥലങ്ങളായി, സമയങ്ങളായി, ബന്ധങ്ങളായി ഇത് വെളിപ്പെടും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവകൃപയായി വെളിപ്പെടും. ആമേൻ. ഇത് കഴിവായി വെളിപ്പെടും, ധൈര്യമായി വെളിപ്പെടും, അനുഭവമായി വെളിപ്പെടും. അതുകൊണ്ടാണ് യേശു കർത്താവ് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഹല്ലേലൂയ മോശ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം, ഞാനാകുന്നവൻ ഞാനാണ്. എന്തൊക്കെ ആകാൻ പറ്റുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനായി മാറും നിങ്ങൾക്ക്. എൻ്റെ അർത്ഥം എന്നാണ്? മന്നയായി ഇറങ്ങി വരണോ? ഞാൻ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളം വരുമ്പോൾ പാറയായിട്ട് വെളിപ്പെടണോ? ഞാൻ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൂടെ സ്തംഭമായിട്ട് ഇറങ്ങി വരണോ? ഞാൻ വരാം. ഹല്ലേലൂയ. നിനക്ക് ദൂതനായി ഇറങ്ങി വരണോ? ഞാൻ വരാം. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ വേണമോ അങ്ങനെയല്ല ഞാൻ വന്നോളാം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ആങ്സൈറ്റിക്കകത്ത് ഇരിക്കരുത്, ഓർമ്മകൾക്കകത്ത് പോകരുത്, ബുദ്ധിമുട്ടിനകത്ത് ചൂടിനകത്ത് ഇരിക്കരുത്. ആകുന്നവൻ, പ്രാപ്തിയുള്ളവൻ നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് വാക്ക് കിടപ്പുണ്ട്. ഹല്ലേലൂയ. എന്നെ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. നിങ്ങളിലുള്ള തികവ്, ഹല്ലേലൂയ, നിങ്ങളിലുള്ള തികവ് ഹല്ലേലൂയ ക്രിസ്തുവാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ ഹല്ലേലൂയ ആ കർത്താവിനകത്ത് പറ്റും. ഹല്ലേലൂയ. നിങ്ങളിലെ തികവ് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഉപയോഗിക്കണം. ഇതൊരു പ്രസംഗിക്കാനുള്ള വാക്കല്ല.
ഞാനിത് ഇങ്ങനെ പ്രസംഗിക്കാനല്ല താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കേൾക്കാനല്ല നിങ്ങൾ താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ. അതെങ്ങനെ നിങ്ങളിലുള്ള തികവിനെ പ്രാക്ടിക്കൽ വേൾഡിനകത്തേക്ക് കൊണ്ടുവരാം, അതാണ് എൻ്റെ പ്രസംഗ വിഷയം. പത്മാൻറ്റി കേൾക്കുന്നോ? വീടിനകത്ത് ഞൊണ്ടി നിന്നുണ്ട്. ഇപ്പൊ ഞൊണ്ടലുണ്ടോ? ഇല്ല. ആമേൻ. ഞൊണ്ടൽ മാറിയതിനായി സ്തോത്രം. ആമേൻ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞൊണ്ടിയാ പോയി. ആമേൻ. വീടിനകത്ത് ആ തയ്യൽ മെഷീന്റെ അടുക്കല് പരിമിതമാകുന്ന ഒരു ചുറ്റുപാടിൽ മാത്രമല്ല പത്മയാന്റിയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ ദിവസവും എഴുന്നേറ്റ് കൺഫസ് ചെയ്യണം. ഞാൻ ഈ വേർഡുകൾ, ഇങ്ങനെയുള്ള വേർഡുകൾ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഹല്ലേലൂയ. എന്താണ് കൺഫസ് ചെയ്യേണ്ടത്? എൻ്റെ വിളി, എൻ്റെ അധികാരം, എൻ്റെ അവകാശം, എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത്, എൻ്റെ പേഴ്സണൽ മിനിസ്ട്രിക്ക് വേണ്ടി തന്നിട്ടുള്ളത്, എന്തെല്ലാം എനിക്ക് വേണ്ടി കർത്താവ് തന്നിട്ടുണ്ടോ അത് ഈ ദൃശ്യമായ വേൾഡിനകത്തേക്ക് എന്തോ ചെയ്യണം? പറഞ്ഞാക്കണം, പറഞ്ഞനുവദിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു ആണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ആരാണ്? ആമേൻ. ആ 2-ാം അധ്യായത്തിനകത്തേക്ക് വരാൻ നേരത്ത് ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ. വാക്ക് കൃത്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ ഇങ്ങനെയാ തുറക്കുന്നത്: എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിന് തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആര് പരിപൂർണരായി? അതിനുവേണ്ടി പറ. ആര് പറ? ആര് പരിപൂർണയായി? തോമസ പറഞ്ഞേ. യേശു പരിപൂർണനായി. യേശു പരിപൂർണനായിരുന്നു. ഈ നിങ്ങളെന്ന് പറയുന്ന ആരെ കുറിച്ചാ പറയുന്നത്? 9-10 വാക്യാണ് 2-ാം അധ്യായം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. The fullness of God റിവീൽ ആയിരിക്കുന്നത് എവിടെയാണ്? ക്രൈസ്റ്റിലാണ്. ആ ക്രൈസ്റ്റ് എവിടെയായിരിക്കുന്നത്? ദൈവത്തിന്റെ സർവസമ്പൂർണത എവിടെയായിരിക്കുന്നത്? അല്ല, വാക്യപ്രകാരം ദേഹരൂപമായി വസിക്കുന്നത് ക്രൈസ്റ്റിലാണ്. ആമേൻ. ക്രൈസ്റ്റിലാണ്. എനിക്ക് ഇവിടെ നിന്നാണ് പ്രസംഗിക്കേണ്ടത്. ക്രൈസ്റ്റിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും. ഈ ക്രൈസ്റ്റ് എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് 10-ാം വാക്യം പൗലോസ് പറയാണ്, എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായ ആ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ പരിപൂർണനാണ്. ആമേൻ. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിൽ കിട്ടാത്തത് ഈ പരിപൂർണതയ്ക്കകത്തുണ്ട്. ഞാൻ 1-2 സംഭവം പറയാൻ പോവാ. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോണം. ആമേൻ. എല്ലാ പരിപൂർണതയും ക്രിസ്തുവിലൂടെ ഗിഫ്റ്റ് ആയിട്ട് തുറന്നു വരും. ഈ ലോകത്തിൽ ചിലർക്ക് പരിപൂർണത കിട്ടത്തില്ല, പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് അവർ ചിലത് നേടും, കഴിവ് കൊണ്ട് ചിലത് നേടും, കുടുംബ മഹിമ കൊണ്ട് ചിലർക്ക് നേടും. ആമേൻ. സമ്പത്ത് കൊണ്ട് ദൈവം നേടും. ആമേൻ. ചിലര് കുറുക്കുവിദ്യ കൊണ്ട് നേടിയെടുക്കും. ആമേൻ. ഹല്ലേലൂയ. അത് ഈ സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകല് വചനം പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇതിനൊന്നും കഴിവില്ലാത്തവരാണോ? ബലഹീനരാണോ? ആമേൻ. കൊരിന്ത്യലേഖനം പറയുന്നു, ഹല്ലേലൂയ, ബലഹീനരെയും ഭോഷന്മാരെയും ബലഹീനരെയും ദൈവം തെരഞ്ഞെടുത്ത് എന്നിട്ട് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുക ദൈവം നിർത്തിയിരിക്കുകയാണ്. ആമേൻ. ഈ ലോകത്തിന്റെ ജ്ഞാനികളെന്ന് പറഞ്ഞു നിൽക്കുന്നവരെ ലജ്ജിപ്പിക്കേണ്ടതിന് ഭോഷന്മാരും ജ്ഞാനമില്ലാത്തവരെയും ദൈവം നിർത്തിയിട്ട് അവരുടെ ഉള്ളിൽ കർത്താവിൻ്റെ നിറവ്, സമ്പൂർണത കൊടുത്ത് ആ സമ്പൂർണതയുടെ തികവിനാൽ വലിയ ഒരു പ്രദർശനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മുക്കുവന സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ പറഞ്ഞത് ഇന്ന് പല തിയോളജിയന്മാർക്കും കിട്ടിയിട്ടില്ല. എന്താ കാരണം? എന്നാ? ഹല്ലേലൂയ, തികവാണ്. ഈ പുള്ളി നിന്ന നിപ്പിൽ ഹല്ലേലൂയ വെള്ളമാണെന്ന് പോലും നോക്കാതെ ചാടാനൊരുങ്ങിയ ആളാണ്. അത്രത്തോളം ലോകദൃഷ്ടിയിൽ വിവേകഹീനനെന്ന് ചിന്തിച്ചു പോയ ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യന്റെ മുമ്പിൽ കണ്ട ഒരു കാഴ്ച, ഹല്ലേലൂയ, വെള്ളത്തെക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. നീ കർത്താവിനെ നോക്കിയാൽ നീ മുങ്ങത്തില്ല. ഹല്ലേലൂയ. ലോകത്തെ നോക്കിയാൽ നീ മുങ്ങും. അപ്പം പലരും മുങ്ങിപ്പോയത് കർത്താവില്ലാത്തത് കൊണ്ടല്ല, മുങ്ങിക്കിടക്കുന്നതും കർത്താവില്ലാത്തത് കൊണ്ടല്ല, നോട്ടം എവിടെയോ മാറിപ്പോയി, ചിന്താഗതി എവിടെയോ തിരിഞ്ഞുപോയി. ഇന്ന് പകല് ആ ചിന്താഗതി മാറ്, നോട്ടം മാറ്റ്. കർത്താവ് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ എൻ്റെ മോൻ ഇപ്പോൾ എന്നെ നോക്കുവോ എന്ന് നോക്കിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു നല്ല വാക്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വേറൊരു വാക്കോടെ ഞാൻ പറയാം, അവനെ പരിജ്ഞാനത്തിൽ ധരിക്കുന്നവർ ആരേലും ഉണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വാക്കിനെ ഇങ്ങനെ കൊണ്ടുവരുന്നു, നിങ്ങളുടെ അകത്ത് ക്രിസ്തു എന്ന തികവ് വന്നിരിക്കെ തികവിനെ പോലും മനസ്സിലാക്കാതെ ഞാൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ നിങ്ങളെ ബുദ്ധിഹീനരെന്ന് വിളിക്കേണ്ടി വരും. അല്ലെ, അങ്ങനെയുള്ളവരെ ബുദ്ധിഹീനരെന്ന് വിളിക്കേണ്ടി വരും. തിരിച്ചറി, നീ ചുമക്കുന്ന ഒരുവൻ ഈ ലോകത്തെ പടച്ചവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദൈവം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് നിന്റെ അകത്താണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് നന്മകളെ അല്ലെങ്കിൽ ബ്ലെസ്സിങ്ങുകളെ റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രാപ്തികൾ കൊണ്ട്, അത് വിദ്യാഭ്യാസമാകട്ടെ, കുലമഹിമയാകട്ടെ, കുലസമ്പത്താകട്ടെ, അങ്ങനെ ലഭിക്കാത്തത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാൽ തുറന്നു വരാൻ പോകുകയാണ്. ഇല്ല, കിട്ടിയില്ല. ഇന്ന് പകൽ ഒന്നുകൂടെ ഞാൻ പറയാൻ പറഞ്ഞു, ഈ ലോകത്ത് നേടിയ സമ്പാദ്യങ്ങൾ കൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് കൈമാറിയ സമ്പത്തിനേക്കാൾ വലുത് ക്രിസ്തുവിനാൽ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. ലോകത്തിന്റെ ജ്ഞാനം തുറന്നു വന്ന ഒരു വ്യക്തിയേക്കാൾ വലുതായി അത് ഡിവൈൻ വിഷൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. പരിപൂർണതയിൽ നിന്ന് പിടിക്കുക. ഹല്ലേലൂയ. അതാണ് ഒരിക്കൽ കർത്താവ് തന്നെ പറഞ്ഞൊരു ഭാഗമുണ്ട്, അവൻ്റെ നിറവിൻ്റെ, ഹല്ലേലൂയ, കൃപയാൽ അവൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുക. ഹല്ലേലൂയ. ഇതെല്ലാം സ്പിരിറ്റ് റിലേത്തിൽ ഓണായി കിടക്കുകയാണ്. കർത്താവ് നിന്റെ മേലെ ആവസിക്കുകയും ചെയ്തിട്ടുണ്ട്. തുറക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ ഗേറ്റ് ഉപയോഗിച്ച് അതിനെ തുറക്കണം. ഏതാ നിങ്ങളുടെ ഗേറ്റ്? ഗേറ്റ് അടച്ചു വെച്ച ഇതൊന്നും കയറത്തില്ല. പത്മേൻ്റെ വീട്ടിൽ കയറി വരാത്തതിൻ്റെ കാരണം എന്നാ? ഗേറ്റ് അടച്ചിട്ടേക്കുക. ഗേറ്റ് തുറക്കാൻ പറ്റുമോ? സജിനാൻ്റെ ഗേറ്റ് തുറക്കാൻ പറ്റുമോ? പാസ്റ്റർ വന്ന് തള്ളി തുറക്കാൻ നിൽക്കരുത്, നിങ്ങൾ തന്നെ തുറന്നിട്ടേക്കണം. ഞാൻ ഇവരുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് തള്ളി തുറക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വണ്ടി ഇടിപ്പിച്ചാ തുറക്കുന്നത്. ആമേൻ. ഇന്ന് പകല് പറ, ആത്മാവിൽ പറ, ഇന്ന് പകല് പറ, ഗേറ്റ് തുറന്നിടുക. ഹല്ലേലൂയ. ഏതാണ് ഗേറ്റ്? ഹല്ലേലൂയ. ഈ നാവ് കൊണ്ട് കൺഫസ് ചെയ്ത് വിടുക. കർത്താവ് പറഞ്ഞ നന്മകളെ കൺഫസ് ചെയ്ത് വിടുക. രാജ്യത്തിൻ്റെ നന്മകൾ നിന്റെ ലൈഫിനകത്തേക്ക് ഒഴുകട്ടെ. എല്ലാ പ്രമാണികളെക്കാൾ വലിയ സ്വാതന്ത്ര്യം, ഒരു സാമ്പത്തിക ഫ്രീഡം ഞാൻ നിങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അനുവദിക്കുക. ആമേൻ. ആ വാക്കൊന്നുകൂടെ ചേർത്ത് വായിച്ചേ. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക്. അതുവരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എവിടെയാ? സർവ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇത് സത്യത്തിൽ ആരുടെയായിരുന്നു? ആദമിനോട് എന്നാ പറഞ്ഞത്? നീ ഇത് തോട്ടം കാക്കുകയും അതിനെ വാഴുകയും ചെയ്യുക. യെസ്, ആമേൻ. അങ്ങനെ നഷ്ടപ്പെട്ടത്, സാത്താന്റെ കൈവശം ഇരുന്നത്, ക്രൂശിലെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് മേടിച്ച് നിർത്തി ആത്മാവിനെ ഇട്ട് തന്ന് എല്ലാത്തിൻ്റെയും നിറവാക്കി വെച്ചിട്ട് നിന്നോട് പറഞ്ഞേക്ക വാഴാൻ, മുണ്ടക്കയത്തിന് വാഴാൻ. മിണ്ടുന്നില്ല. മുണ്ടക്കയത്തിനെ വാഴുന്നവൻ ആരുടെ വാക്ക് നോക്കി നിൽക്കത്തില്ല കേട്ടോ. ആരുടെയും ഉത്തരം നോക്കി നിൽക്കത്തില്ല, ആരുടെയെങ്കിലും സമയം നോക്കി നിൽക്കത്തില്ല. വാഴുന്നവനാ തീരുമാനിക്കുന്നത് ഷെഡ്യൂളുകളെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യം,
ക്രിസ്തു സകല വാഴ്ചകൾക്കും അധികാരങ്ങളുടെ മേളിൽ തലയായവനാ. ആ തലയായവൻ നിങ്ങളുടെ അകത്ത് നിൽക്കുകയാണ്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തലയായവൻ നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലത് പറയുന്നത് ക്രിസ്തു പറയുന്നത് പോലെ. ഓ, മനസ്സിലായില്ല. യേശു പറയാണ്, ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നാത്തിനാണെന്നറിയോ? ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയിരിക്കുക. ഈ രൂപം വിശ്വസിക്കുന്ന രൂപന് വേണ്ടിയാണ് ഇരിക്കുന്നത്, റിങ്കുവിന് വേണ്ടി അല്ല, രൂപന് വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണോ? മറ്റൊരാൾക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി അല്ലെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ടിയാ, എൻ്റെ അല്ലേ. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരുടെ പരാതി നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ നിങ്ങൾ പോയി നോക്കുന്നത്? അല്ല, ഹല്ലേലൂയ. അവരുടെ ആരെയും നോക്കിയാലും നോക്കിയില്ലേലും എൻ്റെ നോക്കണം. ഹല്ലേലൂയ. ഇത് തന്നെയായിരുന്നു ശിഷ്യന്മാരുടെ മനോഭാവം. അവരാരേലും വലുതാകുമോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് നോക്കണം. ഞാൻ വലുതാകുമോ? ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകല് ഹല്ലേലൂയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വിശ്വാസം ഇങ്ങനെ അംഗീകരിക്കുമോ? ഹല്ലേലൂയ. ഈ വാഴ്ചകൾ എന്ന് പറയുന്നത്, അധികാരങ്ങൾ എന്ന് പറയുന്നത് വാഴ്ച നടക്കുന്ന ദൂതന്മാരാണ്, വാഴ്ച നടക്കുന്ന അധികാരികളാണ്. ഹല്ലേലൂയ. ഇവരിൽ ക്രിസ്തു പരിപൂർണരായിരിക്കുന്നു. അങ്ങനെയുള്ള പരിപൂർണത ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിന്റെ അകത്താണ്. വ്യക്തതയോട് പറയുന്നു. ഹല്ലേലൂയ. സജിയാൻറ്റി ഇനി കർത്താവ് ഒന്നും പറയത്തില്ല സജിയാൻറ്റി പറയാതെ. വെളിപ്പാടി കയറണം. ഹല്ലേലൂയ. തിരിഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞ വാക്കൊന്നും തെറ്റിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറയണമെങ്കിൽ ഇനി നിങ്ങൾ പറയണം. കാരണം എന്താണെന്നറിയോ? സമയവും ആത്മാവും ക്രിസ്തുവിനെ സകലത്തെയും അകത്തിട്ടിട്ട് വെയിറ്റിങ്ങിലാണ് കർത്താവ്. നീ എന്തേലും പറയുവോ? ഇത് തന്നെയല്ലേ ഏതിനി കണ്ടേ? ഹല്ലേലൂയ. നല്ല ഒരാളാക്കി ജീവനുള്ളതാക്കി പറയടാ. അല്ലേ, കഴുതേനെ കഴുതയെന്ന് വിളിക്കടാ, ആനയെ ആനയെന്ന് വിളിക്കടാ എന്ന് പറഞ്ഞതാരാ? കർത്താവ് അനുമതി തന്നേക്കുകയാണ്. ആദമിന് വിളിക്കാൻ പറ്റുന്നതായിരുന്നു അവൻ്റെ സ്വഭാവം എന്ന രീതിയിലേക്ക്. സ്വഭാവം പിന്നീടാണ് പാപത്തോടുള്ള ബന്ധത്തിൽ മാറിയെങ്കിലും ഞാൻ പറയട്ടെ, ഓരോന്നിനെ അതിനതിൻ്റെ പേര് കൊണ്ട് വിളിച്ചതിനെ അങ്ങനെ ആക്കാൻ ഹല്ലേലൂയ ദൈവം അധികാരം കൊടുത്തതുപോലെ കർത്താവ് ഇന്ന് വെയിറ്റിങ്ങിലാണ്. നീ എന്തു പറയും, നീ എന്തു പറയും എന്നത്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ബുദ്ധിയോടെ എന്നെ ആരെയും പരിജ്ഞാനത്തിൽ ധരിക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. അവൻ്റെ മുമ്പിൽ ഈ ലോകം കീഴ്മേ മാറി. ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ ഈ ലോകം കീഴ്മേ മറിയാൻ പോകുന്നു. ഹല്ലേലൂയ. മുണ്ടക്കെ ഒന്ന് തിരിയുന്നത് ഞാൻ ആത്മാവിൽ, മുണ്ടക്കയത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഒന്ന് തിരിയുന്നത് ആത്മാവിൽ കാണണമെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, മുണ്ടക്കയത്തിൻ്റെ സകല അധികാരികളെയും മുണ്ടക്കയത്തിൻ്റെ ഹല്ലേലൂയ എല്ലാ ഇവിടെ പറയുന്ന എല്ലാ അധികാരികളെയും നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷങ്ങളെ മുഴുവൻ തിരിക്കാൻ പോകുന്ന പരുവത്തിലാണ് ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിലും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇതെങ്ങനെയാ പരിപൂർണതയാകുന്നത്? കൊലോസ്യ ലേഖനം 1-ാം വാക്യം വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ വാക്കിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കൊണ്ടും പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എന്തിനാ? തികവിനായി. ക്രിസ്തു എന്ന തികവ് എൻ്റെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ആ തികവ് എൻ്റെ അകത്ത് പരിപൂർണതയായി നിൽക്കുമ്പോൾ എന്നിൽ നിന്നത് തികവായി പുറത്തു വരേണ്ടതിന് അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമ്മൾ എന്ത് പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്? ഇവിടെ പറയുന്ന പോരാട്ടം എന്തുവാ? ശരിക്കും പിടിക്കുക. നിങ്ങളിത് കൺഫസ് ചെയ്താൽ മാത്രം മതി. ഹല്ലേലൂയ. സാത്താൻ ഉണ്ടെന്ന് പോലും വിശ്വസിക്കണ്ട. പുള്ളി നമുക്കൊരു പേനയുടെ പോലും പേന എടുത്ത് നമുക്കത് ഒരു പേര് പോലും എഴുതത്തില്ല. അല്ലേ, അത്രയ്ക്ക് റേഞ്ച് മേളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, അനുവദിക്കാതിരുന്നാൽ മതി. പുള്ളിക്ക് സമയമോ സന്ദർഭമോ കൊടുക്കരുത്. കയറി നിന്നോണം ആത്മാവിൽ. ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ?
ഈ ആഴ്ച മുതൽ ചിലത് ഈ അന്തരീക്ഷങ്ങളോട് നിങ്ങൾ പറയണം. ഞാൻ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ അന്തരീക്ഷങ്ങളോട് പറയണം, അത് സംഭവിക്കാൻ പോവുക. ഹൃദയത്തിൽ തിങ്ങുന്ന ഇത്തരം ആശയങ്ങളെ പറയാൻ തുടങ്ങിയാൽ അത് കാണാൻ തുടങ്ങും. പ്രവാചകനോട് പോയി പരിഹാരം ചോദിക്കുമ്പോൾ അയൽവക്കത്തെ വീട്ടിൽ പോയി പാത്രം മേടിച്ചോളം പറയുമ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുകയല്ല, പാത്രോടെ മേടിച്ചെന്നുള്ളതാണ്. അപ്പം ഈ പറച്ചിലിൻ്റെ കൂടെ ചില പ്രവൃത്തികൾ അറിയാതെ തുറന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ തുറന്നു വരുന്നതിനകത്തൂടെ ആൾക്കാർ ഇതിനകത്ത് കയറും. ഹല്ലേലൂയ. ഞാനിതിനെ കാണുകയാണ്, വലിയൊരു ദൈവപ്രവൃത്തിയെ കാണുന്നുണ്ട്, വലിയൊരു മാസ് ഉണർവ് ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എണ്ണി തിട്ടപ്പെടുത്താത്തൊരു ജനം ഇതിനകത്ത് കയറി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വളരെ പരിമിതമായിരിക്കുന്ന അന്തരീക്ഷത്തെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിസ്ഡം ഉപയോഗിച്ച്, ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് തുറക്കണം. ഈ വാഴ്ചകളും അധികാരങ്ങൾ എന്ന് പറയുന്നതിനകത്ത് രണ്ട് ഭാഗമുണ്ട്. സമയമില്ല. സാത്താനിയ അധികാരങ്ങളെയും അങ്ങനെ തന്നെയാ പറയുന്നത്, സാത്താനിയ വാഴ്ചകളെയും അങ്ങനെ തന്നെയാ പറയുന്നത്. ഇത് ഈ പുസ്തകത്തിനകത്ത് 2 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് സൈറ്റനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് രണ്ടാമതാണതല്ല. വാക്യത്തെ എടുത്തുകൊണ്ട് വരാം. ഇവിടെ പറയുന്നത്, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്ന ഭാഗത്തിനകത്ത് ദൈവികമായ ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ദൈവിക ദൂതന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് കണ്ടു. 9-ാം വാക്യം. വാക്യം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ദൈവത്തിന്റെ ദൂതന്മാരെയാണ് എല്ലാ വാഴ്ചകളെന്നും എല്ലാ അധികാരങ്ങളെന്നും പറഞ്ഞിരിക്കുന്നത്. സോ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം, വാഴ്ചകൾ നടത്തുന്ന ദൂതന്മാരോട്, അധികാരങ്ങൾ നടത്തുന്ന ദൂതന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്. മനസ്സിലാകുക. ഇത് എങ്ങനെയാണ് ഈ അതോറിറ്റി ലഭിക്കുന്നത്? ഈ അതോറിറ്റി ലഭിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ഒരു അഭിഷേകം വെളിപ്പെട്ടിട്ടല്ല. അഭിഷേകമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സത്യത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടുമ്പോഴാണ്. ശ്രദ്ധിച്ചേ, സത്യത്തിന്റെ കേടില്ല. സത്യത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ പേര് രാജകീയ പുരോഹിത വർഗ എന്ന പേരിലിട്ട് അപ്ഡേറ്റ് ഇടാം. നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒരു ദൈവാശനോട് പറഞ്ഞ് സംസാരിച്ചൊരു ഭാഗമുണ്ട്. അഭിഷേകം നിമിത്തം മുഖം തകരും. ഞാൻ പോയി തകർത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആ മുഖം തകർന്നു പോയ വ്യക്തി വീണ്ടും ആ കൂട്ടിപ്പോയി കയറി എന്നാ സംഭവിക്കും? വീണ്ടും മുഖം. ഓക്കെ, ഞാൻ വേറൊരു വാക്യം പറയാം, പുതിയ നിയമത്തിലെ വാക്യം. ഞാൻ ചെന്നിട്ട് അവനെ സത്യത്തിന്റെ പരിജ്ഞാനം പഠിപ്പിക്കുക. എൻ്റെ അഭിഷേകം അവിടെ ഉപയോഗിക്കപ്പെടണമെന്നില്ല. ഉണ്ടോ? അവിടെ സത്യം നിമിത്തം അവൻ സ്വതന്ത്രമാക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. സത്യം നിമിത്തമാണ് സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ എൻ്റെ മേലുള്ള അതോറിറ്റി ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടേണ്ടി വരും. പക്ഷേ ഹല്ലേലൂയ, അതിനേക്കാൾ നിലനിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് അവനെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനകത്തേക്ക് കയറ്റിവിടുക. ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകരം ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഈ പരിജ്ഞാനത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയാം, ഉത്ബോധ്യം നൽകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഈ ഭൂമിയുടെ അദൃശ്യ മണ്ഡലങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദുഷ്ടദൂതന്മാരുണ്ട്, അതുപോലെ തന്നെ ദൈവദൂതന്മാരുണ്ട്. അവരിൽ നിയന്ത്രിക്കുന്ന തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. ഇനി പച്ചയ്ക്ക് പറയട്ടെ, മുണ്ടക്കയത്തിന്റെ ഉണർവിന് വേണ്ടി അയക്കപ്പെട്ട ദൂതന്മാരുണ്ട്. മുണ്ടക്കയത്തിന്റെ ആത്മമണ്ഡലങ്ങളെ കൈകാര്യം ചെയ്യാൻ ദൈവം അയച്ച ദൂതന്മാരുണ്ട്. അവരിൽ നിങ്ങൾ പരിപൂർണരാണ്. ഈ വചനം പറയുന്നത് എന്തുവാണ്? അവരിൽ നിങ്ങൾ പരിപൂർണരാണ്. ഈ വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അകത്തു നിന്ന് ചിലത്
ഈ വിശ്വാസ വചനത്തിലൂടെ ഈ അന്തരീക്ഷങ്ങളെ നോക്കി പറയാൻ തയ്യാറാണ്. അധികാരികൾ അവരുടെ പ്രവൃത്തികളെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അതിന് ഓരോരോ പ്രോസസ്സിംഗ് ഉണ്ട്. അത് ദൈവഹിതപ്രകാരം പഠിക്കണം. പഠിച്ചിട്ട് അതേപോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ഇത് തുറക്കാൻ പോവുക. എല്ലാവരും ദൈവം സ്നേഹിക്കുക. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറയുന്നു, ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം ഇത് നിങ്ങളിൽ സംഭവിക്കാൻ പോകുക. എൻ്റെ വിഷയം ഇതാണ്: ക്രിസ്തുവിൽ നിങ്ങളിൽ ഒരു തികവുണ്ട്. എഴുന്നേറ്റോ. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു തികവുണ്ട്, നിങ്ങളിലൊരു തികവുണ്ട്. അതായിരുന്നു പൗലോസിന്റെ ആ പ്രാർത്ഥനാ വിഷയം, എപ്പബ്രാസിന്റെ പ്രാർത്ഥനാ വിഷയം. ഹല്ലേലൂയ. ചില പ്രയാസങ്ങൾ വീട്ടിനകത്ത്, സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വലിയ പ്രയാസങ്ങൾ ഇട്ടിട്ട് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, കൊലോസ്യ പട്ടണത്തിലെ സഭ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറി പ്രാർത്ഥിച്ച മനുഷ്യനോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവരോട് നീ പോയി പറയണം. ഞാൻ ഈ ലേഖനത്തിലൂടെ പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുമ്പോഴും നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളിലൊരു നിറവുണ്ട്. ഞാൻ പ്രബോധിപ്പിക്കപ്പെട്ട പ്രബോധനങ്ങൾക്കകത്ത് വിശ്വസിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക മാത്രമല്ല, നിങ്ങളിൽ ഒരു തികവുണ്ട്. ഇന്ന് കയറി വന്ന എല്ലാവരുടെയും മനസ്സിനെ തൊട്ടി പറയുന്നു, നിന്നോട് കർത്താവ് ഒരു തികവുണ്ട് എന്ന് പറയുന്നതിന് പിന്നിൽ ചില ദൈവപ്രവർത്തികളുണ്ട്. നിന്റെ പട്ടണത്തെ ശുദ്ധീകരിക്കാൻ, നിന്റെ പട്ടണത്തെ നവീകരിക്കാൻ, നിന്റെ പട്ടണത്തെ ദൈവരാജ്യമാക്കി മാറ്റുവാൻ നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കാൻ പോകുമോ? ഒന്ന് ദൈവസ്നേഹം സമർപ്പിച്ചാട്ടെ, ഒന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാട്ടെ, ഒരു പൂർണ്ണ ഹല്ലേലൂയ മനസ്സ് കർത്താവിന് വിട്ടുകൊടുത്താട്ടെ. എനിക്ക് ലഭിക്കുന്ന സമയമെല്ലാം ക്രിസ്തു രാജ്യത്തിന് വേണ്ടി എൻ്റെ നാവിനെയും ശബ്ദത്തെയും എൻ്റെ പ്രവൃത്തിയെയും ഞാൻ ഉപയോഗിക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ട്. അതിനുള്ള അധികാരം, അതിനുള്ള ധൈര്യം, അതിനുള്ള സമ്പത്ത്, അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ബന്ധങ്ങളെല്ലാം തുറന്നു വരേണ്ടതിനായി ഒന്ന് ദൈവത്തിന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, ഇവൻ പ്രയാസപ്പെടുകയാണ്, ഇവൻ പോരാടുകയാണ്. ആ പോരാട്ടം ആത്മമണ്ഡലത്തിൽ കഴിച്ചിട്ടാണ് ഈ പ്രാർത്ഥന മനുഷ്യൻ പൗലോസിനോട് മറുപടി എഴുതാൻ പോയി പറയുന്നത്. ഇന്ന് പകല് പ്രാർത്ഥനാ മേഖലയ്ക്കകത്ത് അറിയാത്ത, ഒന്നുകൂടി പറഞ്ഞാൽ പൗലോസ് എന്താണോ എഴുതിയത് അതെല്ലാം എപ്പബ്രാസ് പോലും അറിയാതെ അന്യഭാഷകളിൽ ആത്മമണ്ഡലത്തിനകത്തേക്ക് മനുഷ്യൻ കയറ്റിവിട്ടു. അതെ, നീ പോലും അറിയാതെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഈ പദ്ധതികളെ തുറന്നു കൊണ്ടുവരാനുള്ള ദൈവശബ്ദം നിന്നിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീ അത് അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇത് ദൃശ്യമായ മണ്ഡലത്തിലേക്ക് രൂപപ്പെടുത്തുവാൻ കർത്താവ് ചില കരുക്കുകളെ നീന്തിക്കുകയാണ്, ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുകയാണ്, നിങ്ങളെ തന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ പട്ടണത്തിനകത്ത് നിന്ന് അവരിൽ ഒരുത്തനായി എപ്പബ്രാസിനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളെയും അവൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നല്ല പിതാവ്, ഈ വചനത്തിൽ